Meet the editors. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് CPI. RSS നേതാക്കളെ കണ്ട ഒരാൾക്ക് കേരള പോലീസിൽ ക്രമസമാധാന ചുമതലയിൽ ഇരിക്കാനാകില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. തിരുത്തേണ്ടവർ എത്രയും പെട്ടെന്ന് തിരുത്തണമെന്ന് പാർട്ടി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K പ്രകാശ് ബാബുവും ആവശ്യപ്പെട്ടു. ഇതിനിടെ CPM-നെ വലച്ച് പൊതുയോഗങ്ങൾക്കൊരുങ്ങുകയാണ് PV അൻവർ MLA. RSS ADGP കൂടിക്കാഴ്ചാ വിവാദത്തിൽ മുന്നണി യോഗത്തിലും മന്ത്രിസഭായോഗത്തിലും ഉന്നയിച്ച ആവശ്യത്തിൽ തീരുമാനം വൈകുന്നതിൽ CPIക്ക് കടുത്ത അമർഷമുണ്ട്. അന്വേഷണം പൂർത്തിയാക്കാതെ നടപടിയില്ലെന്ന മുഖ്യമന്ത്രിയുടെ കടുംപിടുത്തമാണ് തീരുമാനം വൈകിക്കുന്നതെന്ന് പാർട്ടിക്ക് ബോധ്യമുണ്ട്. ഇതിലുള്ള എതിർപ്പ് കൂടിയാണ് ആവർത്തിച്ചുള്ള പ്രതികരണത്തിലൂടെ CPI നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. സംശയമൊന്നും ആർക്ക് വേണ്ട, CPI പറയുന്ന LDF എല്ലാവരും പറയുന്ന ആ നിലപാടുകളൊക്കെ അംഗീകരിക്കപ്പെടും. RSSുമായിട്ട് ചങ്ങാത്തങ്ങളുള്ള ഉദ്യോഗസ്ഥർ ഏറെക്കാലം കേരളത്തിലെ LDF ഭരിക്കുന്ന കേരളത്തിലെ പോലീസിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരിക്കാൻ അവകാശമില്ല, അർഹതയില്ല, ഉണ്ടാകാൻ പോകുന്നില്ല. RSS ADGP കൂടിക്കാഴ്ച ഇടതുപക്ഷ മൂല്യശോഷണത്തിന് കാരണമായി എന്നതാണ് CPI ഉന്നയിക്കുന്ന മറ്റൊരു വിമർശനം. ഇടതുപക്ഷം സംസ്ഥാനം ഭരിക്കുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച ശേഷം ഇനി അന്വേഷണം എന്തിനാണെന്നും CPI നേതൃത്വം ചോദിക്കുന്നു. ADGPയെ മാറ്റുമെന്നുള്ള വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. മാറ്റാതെ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ പ്രയാസമായിരിക്കുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ADGP വിഷയത്തിൽ CPI നിലപാട് കടുപ്പിക്കുമ്പോൾ മറ്റൊരു വശത്ത് CPIM-നെ കടന്നാക്രമിക്കുകയാണ് PV അൻവർ. CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറിക്കെതിരെയായിരുന്നു ഇന്നത്തെ കടുത്ത ആരോപണം. നാളെ വൈകിട്ട് നിലമ്പൂരിൽ വിളിച്ച നയവിശദീകരണ യോഗത്തിൽ പാർട്ടി അനുഭാവികൾ പങ്കെടുക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. R. ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. സംഘർഷത്തിലേക്കോ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, PV അൻവർ പ്രഖ്യാപിച്ചത് 16 മണ്ഡലങ്ങളിലും താൻ ഒരു ജീപ്പിൽ പോയി പ്രചരണം നടത്തും എന്നാണ്. നാളെ അതിൻ്റെ നയവിശദീകരണ യോഗത്തിൻ്റെ ആദ്യഘട്ടമാണ്. ഉറ്റുനോക്കുന്നത് ഇന്നലെ PV അൻവറിനെതിരെ ഏറനാട്ടിലും നിലമ്പൂരിലും നമ്മൾ കണ്ട വലിയ മുദ്രാവാക്യങ്ങൾ, പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ച പാർട്ടി പ്രവർത്തകരാരെങ്കിലും ഈ നയവിശദീകരണ യോഗം കേൾക്കാൻ എത്തുമോ എന്നതാണ് ഒരു ചോദ്യം. രണ്ട്, ഇനി അവരെത്തുന്നില്ലെങ്കിൽ UDF-ൻ്റെ പക്ഷത്ത് നിന്ന് ആരെങ്കിലും ഈ പ്രസംഗം കേൾക്കാൻ എത്തുമോ എന്ന ചോദ്യമുണ്ട്. ആൾക്കൂട്ടമുണ്ടാകുമോ എന്നൊരു ചോദ്യം പൊതുവെ ഉയരുന്നുണ്ട്. പക്ഷേ ഏറ്റുമുട്ടൽ പാതയിലേക്ക് പോകുമോ, പ്രത്യേകിച്ച് ഇന്നലത്തെ മുദ്രാവാക്യത്തിൻ്റെ പശ്ചാത്തലത്തിലും? ഞാനങ്ങനെ ഒരു ഏറ്റുമുട്ടലോ അത്തരത്തിലൊരു ശാരീരികമായ ഫിസിക്കലായ സംഘർഷമോ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ വലിയ ആശയ സംഘർഷങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് CPM ആയിരിക്കുന്നു എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എങ്ങനെയാണ് CPM പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്? രണ്ട് തരത്തിലുള്ള ആശയ സംഘർഷങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒന്ന്, LDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ CPI വളരെ ശക്തമായി തന്നെ CPM-ൻ്റെ നിലപാടിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ADGP-യെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല എന്ന്. ഇന്ന് പ്രകാശ് ബാബുവിൻ്റെ ഒരു പ്രസംഗമുണ്ട്. ആ പ്രകാശ് ബാബുവിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ADGP-യുടെ സ്ഥാനത്തിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയാൽ അങ്ങനെ ഒരാളുമായി യോജിച്ചു പോകാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുമോ? ഇടതുപക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് ഇടതുപക്ഷ രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിൽ, ആ മൂല്യത്തിൽ ആരെങ്കിലും വീഴ്ച വരുത്തിയാൽ അത് തുറന്നു പറയാൻ നമ്മൾ ഒട്ടും തന്നെ മടി കാണിക്കേണ്ടതില്ല എന്ന് പ്രകാശ് ബാബു പറയുന്നു. ഇപ്പോൾ നമ്മൾ ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം കേട്ടു. ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഇത്തരത്തിൽ RSS-മായി ബന്ധം സ്ഥാപിക്കുന്ന ഉദ്യോഗസ്ഥന് തുടരാൻ കഴിയില്ല എന്ന് അസന്നിഗ്ധമായി പറയുന്നു. ആ ഒരു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം അതിശക്തമായി നിൽക്കുന്നുണ്ട്. എന്നാൽ അടിയന്തരമായി CPM അഭിമുഖീകരിക്കുന്ന പ്രശ്നം PV അൻവർ എന്ന വിഷയം തന്നെയാണ്. കാരണം ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നാളെ മുതൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നയവിശദീകരണം ആരംഭിക്കുകയാണ്. അപ്പോൾ ആളുകൾ ഉണ്ടാകുമോ എന്ന ചോദ്യം ഇന്ന് അദ്ദേഹത്തോട് ചില മാധ്യമപ്രവർത്തകർ ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടിയുണ്ട്, ഞാൻ സംഘടിപ്പിക്കുന്ന അഥവാ ഞാൻ പോയി പറയുന്ന യോഗങ്ങളിലേക്ക് ആളുകൾ വരണമെന്നില്ല. ഇന്നിപ്പോൾ കേരളത്തിലും അല്ല ലോകത്ത് തന്നെ ഒരുപാട് മാധ്യമ സംവിധാനങ്ങളുണ്ട്, അല്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നും ഈ പ്രസംഗം കേൾക്കാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നടത്തുന്ന പ്രസംഗത്തിന് ആളുകൾ വന്ന് സന്നിഹിതരാകണം, നേരിട്ടത് കേൾക്കണം എന്നുള്ള ആവശ്യമൊന്നും എനിക്കില്ല. പക്ഷേ ഞാൻ
ഞാൻ എൻ്റെ നയസമീപനങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. നമ്മൾ പക്ഷേ ഇവിടെ ഈ സംഘർഷത്തിലേക്ക് എന്നുള്ളതാണല്ലോ ചോദ്യം. വലിയൊരു ശക്തമായൊരു ആശയ സംഘർഷം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഇന്നലെ മീറ്റ് ദി എഡിറ്റേഴ്സിൽ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. പി വി അൻവർ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ സന്ദേശമായോ ആശയമായോ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത് മതന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയമാണ് എന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹം വളരെ ശക്തമായൊരു ആക്രമണമാണ് മലപ്പുറത്തെ CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ ഉയർത്തിയിരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം ഒരു RSS മനസ്സുള്ള ആളാണ് എന്നാണ്. മോഹൻദാസ് ഒരു RSS മനസ്സുള്ള ആളാണെന്ന് പറയുക മാത്രമല്ല, അതിന് ചില തെളിവുകൾ അദ്ദേഹം നാളെ വെളിപ്പെടുത്താൻ പോകുന്നു എന്ന് പറയുന്നു. എന്നാൽ ഇന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? മോഹൻദാസിന്റെ പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ആ വിമർശനം ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് CPM മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ഒരാൾ മോഹൻദാസിന്റെ ഷർട്ടിന്റെ കോളറിന് കുത്തിപ്പിടിച്ചിട്ട് RSS മനസ്സുമായി ഇവിടെ ഇരിക്കേണ്ട, അത് വീട്ടിൽ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അൻവർ പറയുന്നു. അപ്പോൾ അതിന്റെ തുടർ വിവരങ്ങളെല്ലാം അദ്ദേഹം അടുത്ത ദിവസങ്ങളിൽ പുറത്തേക്ക് വിടുമെന്നാണ് പറയുന്നത്. അങ്ങനെ RSS മനസ്സുള്ള ഒരാളാണ് CPM അവിടെ നയിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അൻവർ അദ്ദേഹത്തെ സ്വയം എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്? ഞാൻ 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിമാണ്, എൻ്റെ ഈ 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിം ആയി പോയതാണോ എൻ്റെ തെറ്റ്? ഞാനിപ്പോൾ പാർട്ടി പരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഈ ബാങ്ക് വിളിക്കുമ്പോൾ പോയി നിസ്കരിക്കേണ്ട സമയത്ത് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് തിരിച്ചു വരാറുണ്ട്. അതൊന്നും ഈ മോഹൻദാസിന് ഇഷ്ടമല്ല. അപ്പോൾ ഒരു വശത്ത് മോഹൻദാസ് RSS മനസ്സുള്ള ആളായിരിക്കുന്നു, മറുവശത്ത് അദ്ദേഹം കടുത്ത മുസ്ലിം വിരോധിയായിരിക്കുന്നു. ഇനി അവിടെ തീരുന്നില്ലല്ലോ വിമർശനം. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്തീയ സമുദായങ്ങൾ ധാരാളം മതസ്ഥാപനങ്ങൾ നടത്തുന്ന, മറ്റ് സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു സ്ഥലമാണ് നിലമ്പൂരും പ്രത്യേകിച്ച് മലപ്പുറത്തെ ഈ പറയുന്ന മലയോര മേഖലകളും. അപ്പോൾ അവിടുത്തെ സ്ഥാപനങ്ങൾക്കൊക്കെ അവിടുത്തെ MLA എന്ന നിലയ്ക്ക് ഞാൻ പണം നൽകാറുണ്ട്. ആ പണം നൽകുന്നതിന് മോഹൻദാസ് എതിരായിരുന്നു, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് പണം നൽകുന്നതിനെതിരായിരുന്നു എന്ന് മാത്രവുമല്ല അദ്ദേഹം തന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് മതസ്ഥാപനങ്ങൾക്ക് പണം നൽകുന്നത് നമ്മുടെ പാർട്ടിയുടെ രീതി അല്ല എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ തന്നെ ഇനിഷ്യേറ്റീവിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് വിളിച്ചിട്ട് ഈ തൻ്റെ സഹായ പദ്ധതികൾ പലപ്പോഴും ചവിട്ടിപ്പിടിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളെ തന്നോടൊപ്പം നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള വാദമുഖങ്ങളാണ് അൻവർ ഉന്നയിച്ചു തുടങ്ങിയിരിക്കുന്നത്, തുടർന്നും ഉന്നയിക്കാൻ പോകുന്നത്. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഇപ്പം മലപ്പുറത്ത് പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം രാഷ്ട്രീയത്തിൽ എപ്പോഴും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ അവിടുത്തെ മുസ്ലിങ്ങൾ കാണുന്നത് എങ്ങനെയാണ്, ന്യൂനപക്ഷങ്ങൾ കാണുന്നത് എങ്ങനെയാണ്? ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്കാണ്. പ്രത്യേകിച്ച് RSSന്റെ വർഗീയ അജണ്ടയെ ചെറുക്കാൻ ഏറ്റവും ആത്മാർത്ഥമായി നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് CPMനെയും ഇടതുപക്ഷത്തെയും ഉറ്റുനോക്കുന്ന ഒരു വലിയ വിഭാഗം ന്യൂനപക്ഷങ്ങൾ അവിടെ ഉണ്ട്. എപ്പോഴും മലബാറിൽ നിന്ന് വലിയ വിജയം ഇടതുപക്ഷത്തിന് ലഭിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ്, ആ വോട്ട് ബാങ്കിൻ്റെ പിന്തുണയോടുകൂടി തന്നെയാണ്. എന്ന് മാത്രവുമല്ല അവിടെ നോക്കൂ, എപ്പോഴും മുസ്ലിം സമുദായത്തിലെ തന്നെ എന്നാൽ ഇതര പാർട്ടികളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ അടർത്തിക്കൊണ്ടുവന്ന് ഒരു ജനകീയ മുഖം സൃഷ്ടിക്കാൻ CPM അവിടെ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം TK ഹംസയെ മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ മലപ്പുറത്ത് ഈ പറയുന്ന CPMന് വേരോട്ടം ഉണ്ടാക്കുന്നതിനകത്തും ഒരു വിഭാഗത്തിലെങ്കിലും ആ മതവിഭാഗം ഉറച്ച് മുസ്ലിം ലീഗിൻ്റെയും UDFൻ്റെയൊക്കെ പുറകിലാണ് നിൽക്കുന്നതെങ്കിലും അതിലൊരു വിഭാഗത്തെ അടർത്തിക്കൊണ്ടുവരുന്നതിന് പലതരത്തിലുള്ള ഡിഫെക്ഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട് CPM. അത് TK ഹംസയിലൂടെ ഉപയോഗിച്ചിട്ടുണ്ട്, അത് PV അൻവറിലൂടെ ഉപയോഗിച്ചിട്ടുണ്ട്, അത് അബ്ദുറഹ്മാനിലൂടെ ഉപയോഗിച്ചിട്ടുണ്ട്, അത് കാരാട്ട് റസാഖിലൂടെ ഉപയോഗിച്ചിട്ടുണ്ട്, അത് PT റഹീമിലൂടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാമല്ലോ പൊന്നാനിയിൽ മത്സരിച്ച KC ഹംസ അവസാനം മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തേക്ക് വന്ന ആളാണെന്ന് മാത്രമല്ല പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിച്ചത് അല്ലേ. ഇപ്പോൾ ശ്രീരാമകൃഷ്ണനെയൊക്കെ പോലുള്ള നേതാക്കൾ മലപ്പുറത്തുനിന്നുണ്ട് എങ്കിൽ പോലും ജലീലിനെ പോലെയോ അൻവറിനെ പോലെയോ അബ്ദുറഹ്മാനെ പോലെയോ ഒക്കെയുള്ള മുഖങ്ങൾ വെച്ചുകൊണ്ടാണ് CPM എപ്പോഴും ആ സമുദായത്തിലേക്ക് ഒരു ഇൻട്രോഡ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. CPMന്റെ രാഷ്ട്രീയ നയവും ഫാസിസ്റ്റ് വിരുദ്ധ നയമാണ്, പിന്നെ ഈ പറയുന്ന ഹിന്ദുത്വ വിരുദ്ധ നയമാണ്. അപ്പോൾ ആ കാര്യത്തിലകത്തൊന്നും അവിടെയുള്ള ആളുകൾക്ക് സംശയമില്ല. പക്ഷേ അൻവർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഈ പ്രശ്നം എന്ന് പറയുന്നത് ഗുരുതരമായൊരു പ്രശ്നമല്ലേ? ഈ CPMന്റെ നിലപാടെന്ന് പറയുന്നത് CPM RSSുമായി ചങ്ങാത്തം സ്ഥാപിക്കുന്നു, സന്ധി ചെയ്യുന്നു എന്നൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ ആരോപണത്തെ എങ്ങനെ നേരിടണം എന്നുള്ളത് വലിയൊരു അങ്കലാപ്പാണ് ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാക്കുന്നത്. അത് ചെറിയൊരു കാര്യമല്ല. കാരണം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടർച്ചയായിട്ട് ഇവിടെ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഇവർക്ക് BJPയുമായിട്ട് അന്തർധാരയുണ്ടെന്നാണ്. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെതിരായിട്ട് ഇത്തരമൊരു ആരോപണം നിലനിൽക്കുമ്പോൾ അത് തന്നെ CPMും ഇടതുപക്ഷ പാർട്ടികളും കേരളത്തിൽ ആവർത്തിച്ചുന്നയിക്കുമ്പോൾ CPMനെതിരെ അങ്ങനെ ഒരു ആരോപണം കേരളത്തിൽ മാത്രം സാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. അത് ലോക്നാഥ് ബെഹ്റയുടെ കാര്യം മുതൽ ഈ പറയുന്ന സ്വർണ്ണക്കടത്തിലെ ED അന്വേഷണം മുതൽ കൊടകരയിലെ പണം ഇടപാടുമായി ബന്ധപ്പെട്ട് കുഴൽപ്പണ ഇടപാട് മുതൽ ഈ കരുവന്നൂരിലെ ED അന്വേഷണം മുതൽ പല കാര്യങ്ങളും അവസാനം ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആ കേസുമായിട്ട് ഇൻകം ടാക്സ് കേസുമായി ബന്ധപ്പെട്ട് CMRലുമായി ബന്ധപ്പെട്ട വിവാദം അടക്കമുള്ള കാര്യങ്ങൾ ഏറ്റവും ഒടുവിൽ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഒരു രഹസ്യധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് അടക്കമുള്ള ആക്ഷേപങ്ങൾ എന്താ പറയുക എണ്ണമിട്ടിങ്ങനെ ആരോപിക്കുന്ന സമയത്താണ് PV അൻവറിനെ പോലെ ഇടതുപക്ഷാനുഭാവിയായി നിന്നിരുന്ന കഴിഞ്ഞ ഒരു 10 വർഷമെങ്കിലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോടൊപ്പം സജീവമായി നിന്നിരുന്ന ഒരാൾ ഇറങ്ങി നിന്നുകൊണ്ട് അതേ ആരോപണം ആവർത്തിക്കുന്നത് ഇതൊരു ചെറിയ പ്രതിസന്ധിയല്ല, ഇതൊരു ചെറിയ രാഷ്ട്രീയ സംഘർഷമല്ല. ഞാൻ പറയുന്നത് ശാരീരികമായ സംഘർഷത്തെക്കുറിച്ചല്ല, മറിച്ച് ആശയ സംഘർഷമാണ്. ഇതൊരു വലിയ ആശയ സംഘർഷത്തിലേക്കാണ് പോകുന്നത്. അവിടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ വാദത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ
തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പുതിയ വാദം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ CPM-ഉം RSS-ഉമായി ഒരു ധാരണ ഉണ്ടാക്കുന്നു, അഥവാ BJP-യുമായി ഒരു ധാരണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? കുറച്ചധികം സീറ്റുകളിൽ BJP CPM-ന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും, എന്നാൽ കുറച്ച് സീറ്റുകൾ കിട്ടാൻ BJP-യെ CPM സഹായിക്കും. എന്തിനാണത്? മൂന്നാമതൊരു തുടർഭരണം ഉണ്ടാക്കാൻ. അപ്പോൾ മൂന്നാമതൊരു തുടർഭരണം ഉണ്ടാക്കാൻ ഈ രീതിയിലുള്ള ഒരു ചങ്ങാത്തം അന്തർധാര ഉണ്ടാക്കുന്നു എന്ന ആരോപണമാണ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മുനമൂർച്ച വരുത്താൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അൻവർ ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ചെറുതല്ല, അത് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കും. നോക്കൂ, മുസ്ലിങ്ങളെ ക്രിമിനലായി ചിത്രീകരിക്കുന്നു, ആ സമുദായത്തിലുള്ള ആളുകൾ മുഴുവൻ ക്രിമിനലുകളാണെന്ന് പറയുന്നു, ആ രീതിയിൽ കേസുകൾ എടുക്കുന്നു, അവരെ അങ്ങനെ സ്വർണം പൊട്ടിക്കലുകാരായും സ്വർണ്ണക്കടത്തുകാരായിട്ടും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഊന്നിയുന്നുകൊണ്ടാണ് അൻവർ ഇതൊക്കെ പറയുന്നത്. അതൊന്നും ചെറിയ ഇളക്കമല്ല ഉണ്ടാക്കുക. ഈ പറയുന്ന മനുഷ്യ മനസ്സുകൾ എന്ന് പറയുന്നത് കാര്യം ഉണ്ടാക്കിയൊന്നുമല്ലല്ലോ. ചില സംശയങ്ങളുടെ വിത്ത് പാകിക്കഴിഞ്ഞാൽ അത് ആളിക്കത്താൻ അധികം സമയമൊന്നും വേണ്ട. അതൊരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ്. അതുകൊണ്ടാണ് ഗോവിന്ദ മാസ്റ്റർ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തുമ്പോഴൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി പറഞ്ഞത്, ഞങ്ങൾ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ്, ഞങ്ങൾ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുകയാണ്, അദ്ദേഹം തന്നെയാണ് അതിന് കാരണക്കാരൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഒരു പ്രതിസന്ധി അവിടെ രൂപപ്പെടാനിരിക്കുന്നു. ഈ സാഹചര്യത്തെ മുതലാക്കിക്കൊണ്ട് ഒരു മതന്യൂനപക്ഷ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, ഒരു മുസ്ലിം രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് CPM-നെതിരായിട്ടൊരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ അൻവറിന് കഴിയുകയാണെങ്കിൽ അത് മലബാറിൽ ചെറിയ വെല്ലുവിളിയെല്ലാം ഉണ്ടാക്കുക. മലബാറിൽ മാത്രമായിട്ട് അത് നിൽക്കില്ല. ഏതാണ്ട് 60 മണ്ഡലങ്ങളിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ഒരു നല്ല വോട്ട് ബാങ്കാണ്. അതും ഇന്നലെ അൻവർ പറഞ്ഞിട്ടുണ്ട്. ആ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചും അൻവർ നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്ന ഇത്രയേറെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ADGP അജിത് കുമാറും ദത്താത്രേയ ഹൊസബോളയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പൂരം കലക്കിയ സംഭവങ്ങൾ വരെ സംശയം വളരെ ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ സാഹചര്യത്തെ പരമാവധി മുതലെടുക്കാൻ അൻവർ ശ്രമിക്കും. ആ മുതലെടുപ്പിൽ ജനങ്ങൾ വീഴാനുള്ള സാധ്യതയുണ്ട്. ഈ പറയുന്ന കണക്ക് ഇപ്പം മോഹൻദാസ് ഇന്ന് വന്നിരുന്നു പറഞ്ഞത് ഒരു തോറ്റ MLA ആണ് ഇദ്ദേഹം എന്നുള്ള നിലയ്ക്കാണ്. അതായത് ഇദ്ദേഹം ആദ്യത്തെ 5 വർഷം പ്രവർത്തിച്ചിട്ടേ ഇല്ല. അപ്പോഴൊക്കെ പാർട്ടി മറുപടി പറയേണ്ടി വരും. 5 വർഷം ഒന്നും പ്രവർത്തിച്ചിട്ടില്ല, ആ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് അതേ സ്ഥാനാർത്ഥിയെ നിലമ്പൂരിലേക്ക് വീണ്ടും കെട്ടിയിറക്കിയത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ പറയുന്ന അദ്ദേഹം ഒരു കൊലപാതക കുറ്റമടക്കമുള്ള എത്രയേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്നൊക്കെയുള്ള വാദമുഖങ്ങളാണ് പറയുന്നത്. പക്ഷേ അതൊന്നും ആയിരിക്കില്ല ചർച്ച ചെയ്യപ്പെടുക. ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം അൻവർ ഉന്നയിക്കുന്ന ഈ മതന്യൂനപക്ഷ രാഷ്ട്രീയവും ഈ RSS-ഉമായുള്ള ചങ്ങാത്തവുമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. അവിടെ കൂടുതൽ സംശയത്തെ ബലപ്പെടുത്തുന്ന രീതിയിൽ CPI-യുടെ നിലപാട് വരുന്നില്ലേ, അതാണ് അടുത്ത സംഘർഷം എന്ന് പറയുന്നത്. CPI അതിശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ADGP അജിത് കുമാറിനെ മാറ്റണം, RSS-ഉമായി ചങ്ങാത്തം സ്ഥാപിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുമായി തുടരാൻ ഈ സർക്കാരിന് കഴിയില്ല, അത് ഇടതുപക്ഷ മൂല്യങ്ങളിൽ വരുത്തുന്ന വീഴ്ചയാണ്, ആ മൂല്യ ശോഷണം സംഭവിച്ചാൽ അത് വിളിച്ചു പറയാൻ തയ്യാറാകണം, ആ കർമ്മമാണ് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ CPI കൂടി പറയുന്ന സാഹചര്യത്തിൽ അതിശക്തമായൊരു രാഷ്ട്രീയ പ്രതിസന്ധിയെ CPM അഭിമുഖീകരിക്കുന്നുണ്ട്. ആ പ്രതിസന്ധിയെ CPM എങ്ങനെ മറികടക്കും എന്നുള്ളത് അവരുടെ വിഷയമാണ്. പക്ഷേ കലുഷിതമാകുന്നു കേരള രാഷ്ട്രീയം. അവിടെ പല തരത്തിലുള്ള മുതലെടുപ്പ് സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വരുന്നു. ആ മുതലെടുപ്പിൽ ആര് വിജയിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. എന്തായാലും PV അൻവർ ഉണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി ചെറുതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നതേയില്ല. സ്മൃതി, സംഘർഷത്തിലേക്ക് തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അക്കാര്യം പാർട്ടി സെക്രട്ടറിക്കും മനസ്സിലായിട്ടുണ്ട്. കാരണം അൻവർ എന്തിലാണ് ഊന്നുന്നത് എന്നത് പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ന്യൂനപക്ഷ വിരുദ്ധമായ സമീപനം, അവിടെ പോലീസിന് RSS സമീപനം, അതിനോട് കണ്ണടയ്ക്കുന്ന സമീപനം ഇവിടെ പാർട്ടിക്ക് എന്നുള്ളതാണ് അൻവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പാർട്ടി സെക്രട്ടറി വളരെ സൂക്ഷിച്ച് തന്നെയാണ് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ അടിക്ക് തിരിച്ചടി എന്ന രൂപത്തിൽ അൻവർ പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടത്തുകയും ചെയ്യുന്നു. നോക്കൂ, ഈ മലപ്പുറത്ത് കേസുകൾ പോലീസ് ഉണ്ടാക്കിയെടുക്കുന്നു എന്നുള്ള ആരോപണം അൻവർ ഉയർത്തുന്ന ആരോപണമല്ല. നേരത്തെ ലീഗും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ആ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട്. കേസുകളുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടാൻ ശ്രമം എന്നുള്ള മുസ്ലിം ലീഗ് പറഞ്ഞത് അത് ജൂലൈ 2023 നമ്മൾ കൊടുത്ത വാർത്തയാണ്. അന്ന് തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഈ രൂപത്തിൽ പ്രവർത്തനം ഉണ്ടാകുന്നു. ലീഗ് ജില്ലാ കമ്മിറ്റി യോഗം അത് ആരോപണം ഉന്നയിച്ചു. കേസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചും നിസ്സാര കേസുകൾ ഗൗരവമെന്ന് വരുത്തി തീർത്തും നടപടികൾ സ്വീകരിക്കാൻ പോലീസ് സ്റ്റേഷനുകളിലേക്ക് നിർദ്ദേശം നൽകുന്നു. കേസുകളിൽ ഉൾപ്പെടുന്നവർ വലിയ കുറ്റവാളികളാണെന്ന് വരുത്തി തീർക്കാനുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുന്നു എന്നതടക്കമുള്ള കാര്യം ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളിൽ എക്കാലത്തും പിന്നുള്ള മലപ്പുറത്തെ ബോധപൂർവം കുറ്റകൃത്യങ്ങളുടെ കേന്ദ്രമാക്കി ചിത്രീകരിക്കാനുള്ള ആസൂത്രിത ശ്രമം പോലീസ് മേധാവി നടത്തുന്നു എന്നതടക്കമുള്ള ആരോപണം അന്നേ ഉയർന്നിട്ടുള്ളതാണ്. ഇപ്പോൾ അൻവർ അത് ആവർത്തിച്ചു പറയുന്നു. ഇപ്പോൾ EN മോഹൻദാസിനെതിരെ, ജില്ലാ സെക്രട്ടറിക്കെതിരെ RSSന് അനുകൂലമായ നിലപാടെന്നല്ല, RSSകാരൻ എന്ന് തന്നെ ആരോപിക്കുകയാണ്. നമുക്കതിന് മുന്നിൽ എന്തായാലും തെളിവുകളില്ല. പക്ഷേ ഇന്നലെ വരെ പോരാളിയായിരുന്ന അൻവർ ഇന്ന് കോമാളി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഈ രൂപത്തിലാണ് മറുപടികൾ നൽകുന്നത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നിലമ്പൂരിൽ ആദ്യ ടേമിൽ പരാജയമായിരുന്നു അൻവർ എന്നാണ്. ആദ്യ ടൈമിൽ പരാജയമായിരുന്ന അൻവറിനെ അങ്ങനെയാണെങ്കിൽ പിന്നീട് എന്തിനാണ് മത്സരിപ്പിച്ചത്?
അതൊരു ചോദ്യമല്ല, അത് പാർട്ടിക്ക് നേരെ ഉയരുന്ന ചോദ്യമായിരിക്കും. അപ്പോൾ ആദ്യ ടൈമിൽ പരാജയമായിരുന്ന അൻവറിനെ ഈ ജില്ലാ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ നോക്കി. ജില്ലാ നേതൃത്വത്തിന്റെ എതിർപ്പ് മറികടന്ന് അപ്പുറത്തുനിന്ന് പിണറായി വിജയന്റെ തീരുമാനമായി വന്നതാണോ അൻവറിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം? മത്സരിച്ചല്ലോ. അതെ, അതേ ഞാൻ പറഞ്ഞത്, അൻവർ ആദ്യ ടേമിൽ പരാജയമായിരുന്നു എന്നാണ് ഇന്ന് അദ്ദേഹം പറയുന്നത്. മോഹൻദാസ്, അങ്ങനെ പരാജയമായിരുന്ന ആളെ രണ്ടാമത്തെ ടൈമിലേക്ക് എന്തിനാണ് മത്സരിപ്പിക്കുന്നത്? മത്സരിച്ചത് ആഫ്രിക്കയിൽ പോയി നോമിനേഷൻ കൊടുത്ത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ്. ഞാൻ പറയട്ടെ, ആഫ്രിക്കയിൽ പോയി, ആഫ്രിക്കയിലായിരുന്നു 2 ദിവസം കഴിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പിന് സമയമായപ്പോഴേക്കേ വന്നിട്ടുള്ളൂ. അപ്പോൾ പാർട്ടി പ്രവർത്തകരാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണം നടത്തിയത്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, മണ്ഡലത്തിലെ പ്രവർത്തിക്കാത്ത വ്യക്തിയായിരുന്നു, മണ്ഡലത്തിൽ പ്രവർത്തിക്കാത്ത എം എൽ എ. എങ്ങനെയാണ് ജനങ്ങളുടെ പ്രതിനിധി എന്ന രൂപത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നാണ് ഇപ്പോൾ ഇ എൻ മോഹൻദാസ് പറയുന്നത്. ഇത് ഇവിടെ പറയുമ്പോഴും ഞങ്ങൾക്കെതിരെ കേസുകൾ, അതായത് ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവരെ എന്താ പറയുക ലക്ഷ്യമിട്ടുകൊണ്ട് കേസുകൾ എടുക്കുന്നു എന്ന് പലതവണ ഞാൻ പാർട്ടി സെക്രട്ടറിയുടെ മുന്നിൽ ഇത് ഉന്നയിച്ചിട്ടും അദ്ദേഹം അത് അവഗണിച്ചു എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന അത് വിശ്വസിക്കുന്ന ഒരു വലിയ ജനസാമാന്യമുണ്ട് എന്നുള്ളത് CPM-നെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അവിടെ ഒരു സ്വതന്ത്രയുടെ ഐക്യപ്പെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ജലീൽ അടക്കമുള്ളവർ ഇപ്പോൾ റിയാസിനെതിരെ പറഞ്ഞതിനെ അംഗീകരിക്കുന്നില്ല എങ്കിലും ബാക്കിയെല്ലാം അൻവർ പറഞ്ഞ വാദങ്ങളോട് അംഗീകരിക്കുന്നുണ്ട്, അൻവർ പറയുന്ന വാദങ്ങൾ ശരിവെക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഐക്യം രൂപപ്പെട്ടുകൊണ്ടൊരു എന്താ പറയുക, ഇപ്പോൾ നിരാശരായ അസംതൃപ്തരായ സ്വതന്ത്രരുടെ ഒരു സംഘമായി അത് മാറുമോ എന്നുള്ള ആശങ്കയും അവിടെയുണ്ട്. CPM അത് ഗൗരവത്തിൽ കാണുന്നുണ്ട്. നാളെ പൊതുസമ്മേളനം നടത്തുമ്പോൾ ആ പൊതുസമ്മേളനത്തിലേക്കൊരു തിരിച്ചൊരു മാർച്ച് നടത്തുമെന്നുള്ള വാർത്തകളടക്കമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സംഘർഷം എന്നുള്ള ആശയ സംഘർഷവും വാക്കാലുള്ള പോരടിയും മാത്രമല്ല, വേറെ രൂപത്തിലേക്ക് അത് മാറും. നാളത്തെ പൊതുയോഗത്തിൽ പാർട്ടി അനുഭാവികൾ വരുമോ എന്നുള്ളതും പ്രധാനമാണ്. കാരണം സഖാക്കൾ പാർട്ടി മെമ്പർമാർ വരില്ല എന്ന് പറയുമ്പോഴും അനുഭാവികളുടെ പിന്തുണ തനിക്കുണ്ട് എന്ന് അൻവർ ഉറപ്പിച്ചു പറയുകയാണ്. അതിന് അൻവറിന് വാദങ്ങളും മുന്നോട്ട് നിർത്താനുണ്ട്. കാരണം അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. അൻവറിനെ തള്ളുക മാത്രമാണ് ചെയ്യുന്നത്. അൻവർ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം വരാത്തിടത്തോളം ഇപ്പുറത്ത് CPI-യും ഇങ്ങനെ ഒരു RSS-കാരനായ ADGPക്ക് തുടരാൻ സാധിക്കില്ല ഇടത് സർക്കാരിൽ നിന്ന് ഇന്നുകൂടി ആവർത്തിച്ച് പറയുമ്പോഴും അതിന് RSS-കാരനാണ് ADGP എങ്കിൽ ADGPക്ക് ഇതൊരു ശക്തമായ രാഷ്ട്രീയ പ്രതികരണം ഇതുവരെ CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത് അസ്വാഭാവികമാണ്. നമ്മൾ എത്ര ദിവസമായി അത് ചർച്ച ചെയ്യുന്നു, ഇതുവരെ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രതികരണം ഉണ്ടായിട്ടില്ല. പൂർണ്ണ സത്യം പുറത്തു വരട്ടെ എന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. പൂർണ്ണ സത്യം എന്നുള്ളത് DGP കൊടുക്കുന്ന റിപ്പോർട്ടിനെയാണ് പറയുന്നത്, രാഷ്ട്രീയ റിപ്പോർട്ടല്ലല്ലോ DGP കൊടുക്കുക. അപ്പോൾ അതിനെ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പുറത്ത് പാർട്ടിയെ വിശ്വസിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ പാർട്ടിക്ക് പൂർണ്ണ പിന്തുണ നൽകിയിരുന്ന ഒരു ഘട്ടത്തിൽ UDF-നൊപ്പം പോലും നിന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് LDF-ന് പിന്തുണ നൽകിയ മുസ്ലിം ജനസാമാന്യം അവർക്ക് ഒരു സംശയമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ആവർത്തിച്ച് അൻവർ ഉന്നയിക്കുന്നു, അതിൽ തന്നെ ഊന്നുകയാണെന്ന്. ഇന്ന് അതിൽ തന്നെ ഊന്നുന്നു എന്ന് പറയുമ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അതിൽ തന്നെ ഊന്നാനാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അത് മലപ്പുറത്ത് കോഴിക്കോട് ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ പിന്തുണ അത് ഇല്ലാതാക്കുമെന്നുള്ള കാര്യം പാർട്ടിയെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. അപ്പോൾ പ്രതികരണങ്ങൾ പാർട്ടി സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ അത് ശ്രദ്ധിച്ചായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഹ്വാനത്തെ വേറെ രൂപത്തിൽ എടുത്തുകൊണ്ട് അവിടെ നടന്ന പ്രകടനങ്ങളുടെ സ്വഭാവവും അതിൻ്റെ ഭാഷയും നമ്മൾ കണ്ടതാണ്. ആ പ്രകടനത്തിൽ ഈ പറയുന്ന ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ നിന്നും പ്രതിനിധികൾ ഉണ്ടായിരുന്നു എന്നുള്ള സംശയവും ഉന്നയിക്കപ്പെടും. കാരണം ഇനി അങ്ങോട്ട് ഉണ്ടാകുന്ന പിന്തുണ ഏത് രൂപത്തിലായിരുന്നു എന്നുള്ളതും പാർട്ടി നോക്കിയിരിക്കേണ്ടതാണ്. പാർട്ടിയെ സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. വലിയ സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ലേക്ക് പോകാം. ഒരുപക്ഷെ വേണ്ടി വന്നാൽ ഒരു ഭൗതിക സംഘർഷത്തിനുള്ള സാഹചര്യവുമുണ്ട്. പക്ഷേ അത് CPM പരമാവധി നിയന്ത്രിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നിലമ്പൂരിൻ്റെ ഒരു രാഷ്ട്രീയം, ഏറനാടിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ചർച്ച ചെയ്തതുപോലെ പലതവണ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടതുപോലെ കുഞ്ഞാലിയുടെ സ്ഥലമാണല്ലോ ഈ ഏറനാട്. അപ്പോൾ സംഘർഷത്തിന് ഒട്ടും പഞ്ഞമില്ലാത്തൊരു നാടാണ്. മാത്രവുമല്ല ആര്യാടൻ ഷൗക്കത്തിനടക്കം 1-ാം പ്രതിസ്ഥാനത്ത് നിർത്തിയ പഴയ കുഞ്ഞാലി വധം ആളുകൾക്ക് ഓർമ്മയുണ്ട്. ആര്യാടൻ മുഹമ്മദ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പിതാവ് ആര്യാടൻ മുഹമ്മദിൻ്റെ വരവിൽ തന്നെ ആ രാഷ്ട്രീയത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ നേരിട്ട ഏറ്റവും വലിയ ആരോപണമായിരുന്നു അത്. പിന്നീട് ആര്യാടൻ മുഹമ്മദ് അതിൽ നിന്ന് കുറ്റമുക്തനാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. സംഘർഷത്തിലേക്കോ എന്ന ചോദ്യത്തിന് ആശയ സംഘർഷത്തിനുള്ള സാധ്യത അവിടെയുണ്ട് എങ്കിൽ പോലും നിലവിൽ വളരെ മൂർച്ചയുള്ള ആരോപണങ്ങളുമായി വന്ന PV അൻവർ ദുർബലനായി സ്വന്തം ആരോപണങ്ങളുടെ മുനയൊടിഞ്ഞ് അതിൻ്റെ ശരശയിൽ കിടക്കുന്ന സാഹചര്യത്തിൽ PV അൻവറിനെ ഇനി CPM-ലെ അനുഭാവികളോ CPM-ലെ പാർട്ടി അംഗങ്ങളോ പൂർണ്ണമായും നെഞ്ചിലേറ്റാനുള്ള സാധ്യതയില്ല. അതിൻ്റെ അവസാനത്തെ ആണിയാണ് ഇന്ന് PV അൻവർ അടിച്ചിരിക്കുന്നത്. അതാണ് അദ്ദേഹം ന്യൂനപക്ഷ കാർഡ് ഇറക്കി എന്നാണ് പരക്കെ CPM-ലുള്ള ഒരു വിമർശനവും. ഞാനിതിൽ 2 കാര്യങ്ങൾ ആദ്യമേ പറയാം. ഒന്ന്, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത
സഖാവ് പുഷ്പൻ ഇന്ന് മരണമടഞ്ഞിരിക്കുകയാണ്. 30 വർഷം 3 പതിറ്റാണ്ട് ഒരു പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന രക്തസാക്ഷിയായി പുഷ്പൻ പോകുമ്പോൾ പുഷ്പനും അന്ന് പുഷ്പനോടൊപ്പം വെടിയേറ്റ് കൊല്ലപ്പെട്ട മറ്റ് 5 സഖാക്കളുണ്ടല്ലോ, അതിൽ ഷിബുവിനെ പോലെ രാജീവിനെ പോലെ ഉള്ള സഖാക്കൾ, ആ സഖാക്കളിൽ ഒരാൾ പോലും അന്ന് വെടിയേറ്റ് കൊല്ലപ്പെട്ടതിൻ്റെ മൂലകാരണമായ സ്വാശ്രയ വിദ്യാഭ്യാസത്തിൻ്റെ നയത്തിൽ നിന്ന് പാർട്ടി വ്യതിചലിച്ചുവെന്നും പാർട്ടി തങ്ങളെ വഞ്ചിച്ചുവെന്നും ഒരാരോപണം ഇന്നും സമൂഹമധ്യത്തിൽ ഉയർത്തിയിട്ടില്ല. അതിന് കാരണം ഈ വെടിയേറ്റ് കൊല്ലപ്പെട്ടവരും അവരുടെ കുടുംബാംഗങ്ങളും പാർട്ടിയുടെ ലൈൻ എന്താണ് എന്നത് കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ പാർട്ടി വിശദീകരിച്ചു കൊടുക്കുകയും അത് സ്വയം ബോധ്യപ്പെടുകയും ചെയ്തു. അതാ കോണ്ടെക്സ്റ്റിൻ്റെ, അതാ രാഷ്ട്രീയ കാലാവസ്ഥയുടെ, സാമൂഹിക കാലാവസ്ഥയുടെ പരിണിതിയായിട്ടാണ് ഓരോ നയങ്ങളും ഉണ്ടാകുന്നത് എന്നതാണ് പാർട്ടിയുടെ ലൈൻ. അത് മാറുന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും ആ നയങ്ങളൊക്കെ മാറും. ആ നയത്തിനനുസരിച്ചായിരിക്കും മാറ്റമുണ്ടാവുക. ഞാൻ പറഞ്ഞു വന്നത്, ഇത് PV അൻവറിന് ബോധ്യപ്പെടാത്തതിന് കാരണമായി MV ഗോവിന്ദൻ മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പാർട്ടിയെക്കുറിച്ച് ഒന്നും അറിയില്ല PV അൻവറിന് എന്നുള്ളതാണ്. ഒരു പരിധിവരെ അത് ശരിയുമാണ്. കാരണം ഇന്നിപ്പോൾ PV അൻവർ ഉന്നയിച്ചിരിക്കുന്ന ഈ ന്യൂനപക്ഷ കാർഡ് PV അൻവർ തന്നെ ആദ്യം ഉന്നയിച്ച മതേതര ബോധത്തിന് ഒരു പരിധിവരെ ഇളക്കം തട്ടുന്നതാണ്. ഞാൻ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ PV അൻവർ സംസാരിച്ചിട്ടുണ്ടാവുക? എന്തുകൊണ്ടാണ് ഈ PV അൻവർ ആദ്യം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ നിന്ന് അതിന് ഘടകവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിക്കുക? അതിൻ്റെ ഒരു കാരണം, ഈ സാധാരണ നമ്മൾ പറയാറുണ്ട്, ഭഗവത്ഗീതയിൽ പറയുന്നൊരു ശ്ലോകമുണ്ടല്ലോ, ക്രോധാത് ഭവതി സമ്മോഹ എന്ന് പറയും. സമ്മോഹാത് പിന്നെ വരുന്നത് എന്താണ്? സ്മൃതിഭ്രമ എന്നാണ്. സ്മൃതി ഭ്രമം വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്താ സംഭവിക്കുന്നത്? ബുദ്ധിവിനാശമാണ്. ബുദ്ധിയുടെ നാശം ഉണ്ടായാൽ പിന്നെ സംഭവിക്കുന്നത് മൊത്തം കുഴപ്പമാണ്, ഇല്ലാതാവുന്നു എന്ന അവസ്ഥയിലാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആദ്യം ആരോപണങ്ങളെ വളരെ റാഷണലായി യുക്തിപരമായി വിശദീകരിച്ചുകൊണ്ട് പോലീസിൽ ഇടപെടാൻ പാർട്ടി നേതാക്കൾക്ക് കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു. ഒരു ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വമുണ്ട്, മാത്രവുമല്ല പോലീസിൽ സംഘവൽക്കരണമുണ്ട് തുടങ്ങിയ ആരോപണങ്ങളുമായി എത്തുന്ന PV അൻവർ ആ ആരോപണങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തോടെ പ്രകോപിതനായി ക്രോധത്തോടുകൂടി അദ്ദേഹം പിന്നീട് പ്രതികരിക്കുന്നതാണ് കാണുന്നത്. അതുവരെ അദ്ദേഹം തെളിവുകളുടെ ഒരു ലാഞ്ചനയുള്ളതായിട്ടുള്ള കാര്യങ്ങളോ ആണ് പറയുന്നതെങ്കിൽ പിന്നീട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും തനിക്ക് വിശദീകരിക്കാൻ പോലും കഴിയാത്ത, പൊതുസമൂഹവും പ്രതിപക്ഷവും മാത്രം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ അതേപോലെ എടുത്ത് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നേരത്തെ നമ്മൾ പലതവണ ചർച്ച ചെയ്തതുപോലെ എങ്ങനെയാണോ മുഹമ്മദ് റിയാസിനെയും മുഖ്യമന്ത്രിയെയും ഈ ഓൺലൈൻ ചാനൽ പലതവണ ആക്ഷേപിച്ചത്, അതേ വാദഗതി പിന്നീട് PV അൻവർ ഏറ്റെടുക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രോധം കൊണ്ട് ഒരു സമൂഹം കൊണ്ട് ഓർമ്മപ്പിഴവുകളിലേക്കും പോകുന്ന PV അൻവറിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു ഓർമ്മ കൂടി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം 2 മാസം മുമ്പ് വരെ ഇതേ മുഹമ്മദ് റിയാസിനെയും ഇതേ മുഖ്യമന്ത്രിയെയും ഇതേ സർക്കാരിനെയും ഇതേ സർക്കാരിൻ്റെ വർഗീയ വിരുദ്ധ ചേരിയെയും ഇതേ പാർട്ടിയുടെ ചെങ്കൊടിത്തണലിൽ നിലയുറപ്പിച്ചാൽ മാത്രമേ ഫാസിസ്റ്റ് നിലപാടുകളെ പ്രതിരോധിക്കാൻ കഴിയുകയെന്നുള്ള കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൽ ഈ പാർട്ടിയോടൊപ്പം നിൽക്കുമ്പോൾ മാത്രമാണ് ഒരു ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നത് എന്ന് ധ്വനിപ്പിക്കുന്ന പോസ്റ്റുകളും ഇട്ടിട്ടുണ്ട്. ആ സമയത്തൊന്നും PV അൻവറിന് പാർട്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലതുവൽക്കരണവും ഈ ഫാസിസ്റ്റ് അനുകൂലമായിട്ടുള്ള ചലനവും അറിയില്ലായിരുന്നു എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം ആദ്യം ഉന്നയിച്ച മൂർച്ചയുള്ള ആരോപണങ്ങളിൽ നിന്ന് ആ ആരോപണങ്ങളുടെ ശോഭയെ, അതിൻ്റെ മൂർച്ചയെ കെടുത്തുന്ന രീതിയിൽ തുടരാരോപണങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്താൽ അല്ലെങ്കിൽ മാധ്യമ സമ്മേളനത്താൽ പ്രകോപിതനായി നടത്തുകയും അങ്ങനെ അതിൻ്റെ കാതൽ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തിരിക്കുന്നു. ഇത് ഏറെക്കുറെ ഇപ്പോൾ പാർട്ടി അണികൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. കാര്യം ഇതൊരു ഇടത് നിലപാടല്ല. അവിടെയാണ് കുഞ്ഞാലിയുടെ പ്രസക്തി. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞാലിയാകാനൊരു ശ്രമമാണോ PV അൻവർ നടത്തുന്നത് എന്നൊരു നേതാവ് എന്നോട് ചോദിച്ചു. അതൊരിക്കലും സാധ്യമാവില്ല എന്നാണ്. ആരാണ് കുഞ്ഞാലി? ഏറനാടിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ MLA കുഞ്ഞാലി എങ്ങനെയാണ് രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത്? കുഞ്ഞാലി രക്തസാക്ഷി ആയതുകൊണ്ട് മാത്രമല്ല, കുഞ്ഞാലിയുടെ ഇടപെടൽ കൊണ്ടാണ്. 3 ഘട്ടങ്ങളെങ്കിലുമുണ്ട്. PV അൻവറിന് സമാനമായി PV അൻവർ ഓർമ്മപ്പിഴവുണ്ടാവാത്ത വിധം ഓർമ്മിച്ചു വെക്കേണ്ട കുഞ്ഞാലിയുടെ ഒരു ചരിത്രമുണ്ട്. അതിലൊരു ചരിത്രം എന്ന് പറയുന്നത്, ഈ അന്ന് ബിർള EMSൻ്റെ കാലത്ത് വലിയ തോട്ടം അന്ന് പാട്ടത്തിനെടുത്തു. ആ തോട്ടം പാട്ടത്തിനെടുക്കുമ്പോൾ ആ ഭൂമിയിൽ നിന്ന് കർഷകരെ ഇറക്കിവിടാനും കർഷകർക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാനും ബിർള തീരുമാനിക്കുന്നു. അന്ന് ടണ്ണിന് 1 രൂപ കൊടുത്താണ് ലീസിനെടുത്തിരിക്കുന്നത്. അന്ന് EMS സർക്കാർ ഭരിക്കുന്നു. അന്ന് ഈ കുഞ്ഞാലി EMS സർക്കാരിനെ കണ്ട് ഈ ബിർളയുമായിട്ട് ഒരു തരത്തിലും സമരസപ്പെട്ട് പോകരുതെന്നും കർഷക വിരുദ്ധമായിട്ടുള്ള ജനസാമാന്യത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു
വിശദീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. EMS അത് കേൾക്കുന്നു. അന്ന് പാർട്ടിക്ക് പുറത്തുപോയിട്ടല്ല കുഞ്ഞാലി ഇത് ചെയ്യുന്നത്. ട്രേഡ് യൂണിയൻ പ്രവർത്തകനായ കുഞ്ഞാലി തൊഴിലാളികൾക്കും കർഷകർക്കും വേണ്ടി EMSനോട് പറഞ്ഞ് അത് സാധിച്ചെടുക്കുന്നു. അങ്ങനെയാണ് ബിർളയുടെ കാര്യത്തിലുള്ളൊരു സമരം ഒത്തുതീർപ്പാവുന്നത്. അദ്ദേഹം രണ്ടാമതൊരു വലിയ സമരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ചിലരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാവും. അന്ന് അദ്ദേഹം ഈ ജന്മികുടിയാൻ ബന്ധം നിലനിൽക്കുന്ന കാലത്ത് ലീഗിൻ്റെ ഒരു വോളണ്ടിയർ ആയിരുന്ന ഒരു പറമ്പാടൻ മുഹമ്മദ് എന്ന് പറയുന്നയാൾ, അദ്ദേഹം ഒരു കുടിയാനാണ്. അദ്ദേഹം നിൽക്കുന്നത് എവിടെയാണ്? അന്നത്തെ കൊണ്ടോട്ടി തങ്ങളുടെ കാര്യസ്ഥൻ്റെ ജന്മഭൂമിയിലാണ് അദ്ദേഹത്തിന് കുടികിടപ്പ് അവകാശമുള്ളത്. ആ തങ്ങളുടെ കാര്യസ്ഥൻ ഇറക്കാൻ പോകുന്ന ഈ കുടിയാനു വേണ്ടിയിട്ട് നിലപാടുറപ്പിച്ചു ആര്? ഈ പറയുന്ന കുഞ്ഞാലി. ആ കുഞ്ഞാലി അവിടെ അവർക്ക് വേണ്ടി പൊരുതുകയും ജന്മി കുടിയാൻ ബന്ധങ്ങളിൽ കുടിയാൻ അനുകൂലമായി പാർട്ടി നോക്കാതെ നിലപാടെടുക്കുകയും ചെയ്തു. സമരം ചെയ്തു കുഞ്ഞാലി. അന്ന് കുഞ്ഞാലിക്കൊപ്പം അടിച്ചു നിന്ന CPM പിന്നീട് ചേരുകയാണ് ചെയ്യുന്നത്. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് ലീഗിൻ്റെ നേതാവാണ്, ലീഗിൻ്റെ ഒരു വോളണ്ടിയറാണ്. പക്ഷേ ആ ലീഗ് വോളണ്ടിയർക്ക് വേണ്ടി കുഞ്ഞാലി സമരരംഗത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമതിനൊരു ഘട്ടമുണ്ട്. അദ്ദേഹം ട്രേഡ് യൂണിയൻ പ്രവർത്തനവുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ മരണം പോലും അതുമായി ബന്ധപ്പെട്ടാണ്. ചുള്ളിയോട് എസ്റ്റേറ്റിൽ അദ്ദേഹത്തിൻ്റെ AITUC പ്രവർത്തകർക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുകയും INTUCയുടെ കുറച്ച് തൊഴിലാളികൾ ഇപ്പുറത്തേക്ക് വരികയും അവർക്ക് വേണ്ടി പോരാടുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിലാണ് കുഞ്ഞാലി കോൺഗ്രസ് ഓഫീസിൽ നിന്നൊരു വെടിയേറ്റ് മരിക്കുന്നത്. ഒരു ഗോപാലനാണ് പിന്നീട് ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. അപ്പോൾ കുഞ്ഞാലി യഥാർത്ഥത്തിൽ ചെയ്തത് എന്താണ്? പാർട്ടിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളല്ല, പാർട്ടിയെ തൻ്റെ ഒപ്പം നിൽക്കുന്ന കർഷകർക്ക് വേണ്ടി എങ്ങനെയാണോ പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പോരാടിയത്, അങ്ങനൊരു ചരിത്രം കുഞ്ഞാലിക്കുണ്ട്. ആ കുഞ്ഞാലിയുടെ മണ്ണാണ് ഏറനാട് എന്നുള്ളത് കൊണ്ട് ഒരു കുഞ്ഞാലി ആകണമെങ്കിൽ ഇനി ബഹുദൂരം PV അൻവർ പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ കുഞ്ഞാലിയെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഏറനാടിൻ്റെ, നിലമ്പൂരിൻ്റെ ഒക്കെ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്ക് PV അൻവർ തുടർച്ചയായിട്ട് ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ മൂർച്ച കുറയുകയും ആ മൂർച്ച കുറഞ്ഞ് കേവലം വ്യക്തിപരമായി മാത്രം അതിനെ കണക്കാക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് ഇപ്പോൾ PV അൻവർ ഉയർത്തിയിരിക്കുന്ന ഈ വലിയ കൊടുങ്കാറ്റ് ഒരു ഇളങ്കാറ്റായി മാറിയിരിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ അത് ഒരുപക്ഷെ PV അൻവറിന് രാഷ്ട്രീയമായി ഗുണം ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു നിലപാടായി മാറിയേക്കും. എന്നാൽ അതേസമയം ഇളക്കിവിട്ടിരിക്കുന്ന ഈ ന്യൂനപക്ഷത്തിൻ്റെ കാർഡ് ഇനി വരും ദിവസങ്ങളിൽ പാർട്ടിക്ക് വിശദീകരിക്കേണ്ടി വരും. അവിടെയാണ് CPIയുടെ നിലപാട് വളരെ പ്രസക്തമാവുന്നതും CPI തുടർച്ചയായിട്ട് ഈ വിഷയം ഉന്നയിക്കുകയും അങ്ങനെ ഉന്നയിക്കുന്ന പക്ഷം ഇപ്പോൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ADGP സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാണ്. അത് കഴിയില്ല. ADGP സ്ഥാനത്ത് നിന്ന് നിലവിൽ MR അജിത് കുമാറിനെ മാറ്റാനുള്ള ഒരു വലിയ ഒഫൻസ് അദ്ദേഹം കമ്മിറ്റ് ചെയ്തതായിട്ട് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല. RSS നേതാവിനെ കണ്ടതിൻ്റെ പേരിലാണെങ്കിൽ ADGP സ്ഥാനത്ത് നിന്ന് ഡീമോട്ട് ചെയ്യുക സാധ്യമല്ല. പകരം ക്രമസമാധാനത്തിന് ചുമതലയിൽ നിന്ന് മാറ്റാം. അത് സർക്കാരിൻ്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രകാരം സാധ്യമാവുന്ന ഒന്നാണ്. പക്ഷേ ADGP സ്ഥാനത്ത് നിന്ന് എങ്ങനെ മാറ്റും? പൂരം കലക്കിയത് ഈ ADGP ആണെന്ന് തെളിയണം. അതല്ലെങ്കിൽ ഈ കൈക്കൂലി വാങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു തെളിവുണ്ടാവണം. 65 ലക്ഷം രൂപ ക്യാഷായിട്ട് വാങ്ങി എന്നുള്ളത് തെളിയിക്കപ്പെടണം. അങ്ങനെയുള്ള ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടാൽ മാത്രമേ ADGP സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കഴിയൂ. അതല്ലാതെ ചട്ടപ്രകാരം മാറ്റാൻ കഴിയില്ല. അതാണ് പ്രകാശ് സിംഗ് കേസിൻ്റെ ഒരു അനുബന്ധമായിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗവും. അതുകൊണ്ട് CPI ADGP മാറ്റണം എന്നുള്ളത് നിലവിൽ നടക്കാത്ത സാഹചര്യമാണ്. പക്ഷേ CPIയുടെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ താല്പര്യം അതിൽ പ്രതിഫലിക്കുന്നുണ്ട്. അത് RSSനെ കാണുക വഴി CPMൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ക്യാമ്പിൽ നിന്നൊരു ഉദ്യോഗസ്ഥൻ ഫാസിസ്റ്റ് ചേരിയിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് കണ്ണുമടച്ചുകൊണ്ട് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നൊരു വലിയ രാഷ്ട്രീയ പ്രശ്നം അവർ വയ്ക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ന്യൂനപക്ഷ വോട്ട് ബാങ്ക് CPI കൂടി ഈ ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ക്രമസമാധാനത്തിന് ചുമതലയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം വരുന്ന ദിവസങ്ങളിൽ ഈ ADGPയെ മാറ്റി നിർത്തും. അങ്ങനെ മാറ്റി നിർത്തുന്നത് വഴി തൽക്കാലം CPIയുടെ ക്ലെയിം അവസാനിക്കും. തൽക്കാലം CPIയുടെ ക്ലെയിം അവസാനിക്കും. പക്ഷേ PV അൻവർ തുറന്നു വിട്ടിരിക്കുന്ന പാർട്ടിക്കുള്ളിൽ സംഘവൽക്കരണമുണ്ട്, ജില്ലാ കമ്മിറ്റിയിൽ സംഘവൽക്കരണമുണ്ട് തുടങ്ങിയ ആശയങ്ങൾ ചിലരെങ്കിലും ആശയക്കുഴപ്പം സൃഷ്ടിക്കുക കൂടി ചെയ്യും. അത് പാർട്ടിയാണ് വിശദീകരിക്കേണ്ടത്. വരും ദിവസങ്ങളിൽ പാർട്ടി ഇത് വിശദീകരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ആയുസ് മാത്രമാണ് ഈ PV അൻവറിൻ്റെ മൊത്തം ആയുസ്സിനുള്ളത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല അദ്ദേഹം ആ സമയം മുഴുവൻ RSSൻ്റെയും BJPയുടെയും ക്യാമ്പിനോട് പടപൊരുതി നിന്ന അത്രയും ആയുസ് മാത്രമേ PV അൻവറിൻ്റെ മൊത്തം ആയുസ്സിനുള്ളൂ എന്നുകൂടി മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു. സംഘർഷത്തിലേക്കാണ്. പക്ഷേ ആ സംഘർഷം എന്നുള്ളത് നിലവിൽ PV അൻവറിന് ആയുധം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. അഥവാ കണ്ണിൽ കണ്ടതെല്ലാം ആയുധമാക്കി മാറ്റുകയാണ് PV അൻവർ. അത് അദ്ദേഹത്തിൻ്റെ പോരാട്ടത്തിൻ്റെ മൂർച്ച കുറയ്ക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. വെൽക്കം ബാക്ക്. സംഘർഷത്തിലേക്കോ എന്നാണ് ചോദ്യം. സുജയ.
സംഘർഷത്തിലേക്കെന്ന് പറഞ്ഞാൽ ആശയ സംഘർഷം ഇതിനകം തന്നെ ആയിട്ടുണ്ട്. പിന്നെ അൻവറിനെ കൈകാര്യം ചെയ്യുന്ന ഒരു മണ്ടത്തരത്തിലേക്കൊന്നും പോകാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഇനിയിപ്പോൾ അൻവർ നാളെ നടത്താൻ പോകുന്ന പൊതുസമ്മേളനമായിട്ടാണോ അതോ ഇനി ജീപ്പിന് മുകളിൽ മൈക്ക് വെച്ച് ഉറക്കെ പറയാനാണോ അൻവർ തയ്യാറെടുക്കുന്നത് എന്നുള്ളത് അറിയില്ല. നാളത്തെ സാഹചര്യം അത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നാണ്. എത്ര പേരുടെ പിന്തുണയുണ്ട് പി വി അൻവറിന്? പി വി അൻവർ പ്രതീക്ഷിക്കുന്നത്ര ഒരു പിന്തുണ പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുന്നുണ്ടോ എന്നതിൻ്റെ നാളത്തെ ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ് നടക്കാൻ പോകുന്നത്. അതിൽ അൻവർ ഇപ്പോൾ തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. പാർട്ടിക്കാരിൽ പലർക്കും വിലക്ക് ലംഘിച്ച് തനിക്കൊപ്പം വരാൻ ഭയമായിരിക്കും എന്ന തരത്തിലുള്ള ഒരു മുൻകൂർ ജാമ്യം പി വി അൻവർ എടുക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായി ആളുകളിൽ നിന്നുള്ള ഒരു പൾസ് അൻവറിന് അല്ലെങ്കിൽ അൻവറിന്റെ ടീമിന് കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല പി വി അൻവർ ഇത്രയുമൊക്കെ പറഞ്ഞ് ഇന്നലെ അത് വലിയ ചർച്ചയായിരുന്നു. ഇന്ന് പക്ഷേ അങ്ങനെ അത്ര വലിയൊരു ചർച്ചയായി അത് നിർത്താതിരിക്കാനുള്ള ഒരു ശ്രമവും ബോധപൂർവം നടക്കുന്നുണ്ട്. കാരണം സൈബർ ഇടങ്ങളിലായാൽ പോലും പി വി അൻവർ ഉയർത്തിവിട്ട വിഷയങ്ങൾ അല്ലെങ്കിൽ പി വി അൻവറിന്റെ പോരാട്ടം, സർക്കാരിനെതിരെ ഒരു ഒറ്റയാൾ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്ന പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി, ഈ 3 തലത്തിലും അത് കാര്യമായി ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഇനി അതിൻ്റെ ഒരു സ്ലോ ഡൗൺ പ്രോസസ്സിലേക്ക് CPIM കടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ചർച്ച ചെയ്യുമ്പോഴാണല്ലോ ഒരു വ്യക്തി വലുതാകുന്നത്. അത് ഒഴിവാക്കുന്നതിനായി ചർച്ച തന്നെ അതേക്കുറിച്ച് കുറയ്ക്കാനുള്ള ഒരു മിനിമൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാകും. അത് ബോധപൂർവമായ ഒരു ശ്രമമായിരിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. രാജിവെക്കില്ല, താൻ MLA ആയി തന്നെ തുടരും എന്ന് പ്രഖ്യാപിച്ച പി വി അൻവർ നിയമസഭയിൽ KK രമയൊക്കെ ഇരിക്കുന്നത് പോലെ ഒരു പ്രത്യേക ബ്ലോക്കായി, RMPയുടെ നേതാവായതുകൊണ്ട് KK രമയ്ക്ക് മുൻനിരയിലാണ് സ്ഥാനം. പി വി അൻവറും അതേപോലെ ഒരു ബ്ലോക്കായി പ്രത്യേകമായി ഇരിക്കും, ഞാൻ നടുവിലിരിക്കുമെന്നാണ് പി വി അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ നിയമസഭയിലെ അൻവറിന്റെ അടുത്ത നീക്കം എന്താണ് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. നാളത്തെ സമ്മേളനം അത് ഒരു ശക്തി തെളിയിക്കാനായിട്ടുള്ള പരസ്പരമുള്ള വാഗ്വാദങ്ങളൊക്കെയുമായി അടുത്ത 2-3 ദിവസം കടന്നുപോകും. അത് കഴിഞ്ഞ് നിയമസഭാ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഒപ്പം ചാനലുകളിൽ നമുക്കടക്കം നൽകിയ അഭിമുഖങ്ങളിൽ ഇത്രയും തുറന്നടിച്ച പി വി അൻവർ നിയമസഭയ്ക്കുള്ളിൽ എന്തൊക്കെയായിരിക്കും പറയാൻ പോകുന്നത്? പ്രത്യേകിച്ചും ഈ മുഖ്യമന്ത്രിക്കും പോലീസിനും എതിരായിട്ടുള്ള പി വി അൻവറിന്റെ ആരോപണങ്ങൾ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും എന്ന് രമേശ് ചെന്നിത്തല അടക്കം നമ്മളോട് വ്യക്തമാക്കിയതാണ്. അപ്പോൾ നിയമസഭയിലേക്ക് പി വി അൻവർ ഉന്നയിച്ച വിവിധ വിഷയങ്ങൾ, ADGPക്കെതിരായ വിഷയം, RSS ബന്ധം തുടങ്ങി പല കാര്യങ്ങൾ പല ഫോർമാറ്റുകളിൽ നിയമസഭയ്ക്കകത്തേക്ക് പ്രതിപക്ഷം കൊണ്ടുവരും. അവിടെ ഇതിലൊക്കെ കക്ഷിയായ, കാരണം ആരോപണം ഉന്നയിച്ച ആളെന്ന നിലയിൽ അൻവറിനും അത് പറയാനുള്ള ഒരു സേ നിയമസഭയ്ക്കകത്തുണ്ട്. പുറത്ത് അൻവർ ഉന്നയിച്ച ആരോപണം സഭയ്ക്കകത്ത് ചർച്ചയാകുമ്പോൾ അൻവറും ഈ വിഷയത്തിൽ സംസാരിക്കാൻ എഴുന്നേറ്റ് എന്ത് പറയും എന്നുള്ളത് സർക്കാരിനെ എന്തായാലും ആശയക്കുഴപ്പത്തിലാക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ ഈ പാർലമെന്ററി പാർട്ടിയിലെ സ്വതന്ത്ര അംഗം, അതായിരുന്നു അൻവറിന്റെ സ്ഥാനം. ആ സ്വതന്ത്ര അംഗം എന്നുള്ളത് വെച്ചുകൊണ്ട് പാർട്ടിയെ ആകെ തിരുത്താൻ, ഞാൻ മാത്രം ശരി എന്ന് സ്ഥാപിക്കാൻ അൻവർ പലതവണ ആവർത്തിച്ച് ശ്രമിച്ചതാണ് ഇപ്പോഴത്തെ ഈ ഒരു പ്രതിസന്ധിക്ക് ഇടയാക്കിയിരിക്കുന്നത്. അത് ഒരു പരിധിവരെ പി വി അൻവറിന്റെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം വാർത്താ സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളിൽ നടത്തിയിരുന്ന അദ്ദേഹത്തിന്റെ ഒരു ആത്മാർത്ഥത തന്നെ പിന്നീട് അങ്ങോട്ട് പാർട്ടിക്ക് ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി കൊടുത്തത് അൻവർ തന്നെയാണ്. കാരണം ആവർത്തിച്ച് ഒരേ കാര്യം തന്നെ പറയുമ്പോൾ അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ പിന്നീട് അദ്ദേഹം ഫോക്കസ് ചെയ്ത് എവിടേക്കാണ് അവസാനം എത്തി നിൽക്കുന്നത്? താൻ ഒരു മുസ്ലിമാണ് എന്നതിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത് പി വി അൻവർ തന്നെയാണ്. മറ്റാരും തന്നെക്കുറിച്ച് അങ്ങനെ ഒരു ആരോപണം ഉയർത്തുന്നതിന് മുൻപ് തന്നെ പി വി അൻവർ സ്വയം ആട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഞാൻ 5 നേരം നിസ്കരിക്കുന്ന ആളാണ്, ഞാൻ 5 നേരം നിസ്കരിക്കുന്നത് അയാൾക്ക് സഹിക്കില്ല എന്ന് പറയുന്നത് പി വി അൻവറിന് വേണ്ടി വോട്ട് പിടിച്ച 2 വട്ടം MLA ആക്കാൻ കൂട്ടുനിന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് എതിരെയാണ്. CPIMന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി വർഗീയവാദിയാണ്, RSSകാരനാണ്. അങ്ങനെയാണെങ്കിൽ ADGP RSS കൂടിക്കാഴ്ച നടത്തുന്നതിനേക്കാൾ മുൻപേ അൻവർ മുഖ്യമന്ത്രിയെ അറിയിക്കേണ്ടിയിരുന്നത് ഇതല്ലേ? RSSന് വേണ്ടി ഇത്രയും ചെയ്തുകൊണ്ടിരിക്കുന്ന 6 മാസം മുൻപുണ്ടായ തല്ലിനെ കുറിച്ചൊക്കെ പറയുന്നു. ഇതൊക്കെ മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തെ അറിയിക്കാൻ അതെ പാർട്ടി സെക്രട്ടറിയോ അല്ലെങ്കിൽ അൻവറിന്റെ ഒരു ശൈലി വെച്ചാണെങ്കിൽ പുറത്ത് പറഞ്ഞിട്ടാണല്ലോ അകത്ത് പരാതി കൊടുക്കുന്നത്. പുറത്തും പറഞ്ഞില്ല. ഇന്നിപ്പോഴാണ് ഈ പരാതിയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തലിലേക്ക് പി വി അൻവർ ഇന്നലെയും ഇന്നുമായാണ് എത്തുന്നത്. അതായത് അടുത്ത ഇര, നാളത്തെ പൊതുയോഗത്തിലെ പി വി അൻവറിന്റെ ഇര ആരാണ് എന്നുള്ളതിന്റെ പ്രൊമോയാണ് ഇന്നിപ്പോൾ നമ്മൾ കണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. EN മോഹൻദാസ് ആണ് അടുത്ത ഇര. EN മോഹൻദാസ് ചെയ്ത കാര്യങ്ങൾ, EN മോഹൻദാസ് നടത്തിയ കൂടിക്കാഴ്ചകൾ, മലപ്പുറം ജില്ലയിലെ RSSന്റെ എനിക്ക് തോന്നുന്നു താലൂക്ക് തലത്തിലുള്ള കോർഡിനേറ്റർമാർ മുതലുള്ള ആളുകളുടെയൊക്കെ പേര് വിവരങ്ങളായിരിക്കും നാളെ പറയാൻ പോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുള്ള ഒരു വിഴുപ്പലക്കലിലേക്ക് പി വി അൻവർ പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നെയാണ്, അൻവറിന് ഫോക്കസ് നഷ്ടപ്പെടുന്നുണ്ട്. അൻവർ എവിടേക്കാണ്, എന്താണ് അൻവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് അൻവറിന് വേണ്ടത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ പി വി അൻവറിന് കഴിയാത്ത തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ തിരിച്ചു വരികയാണ്. ആരോപണങ്ങളിൽ നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ഒരു സിംഗിൾ പോയിന്റിൽ ഉറച്ചു നിൽക്കാനും അതിന് സപ്ലിമെന്റ് ചെയ്യാനുമാണ് നമുക്ക് കഴിയേണ്ടത്. അതിന് പകരം ഒരാരോപണം ഉന്നയിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഇത് അതല്ല അതാണെന്ന് പറയുന്നു. ADGPയെ തന്നെ നോക്കൂ, സസ്പെൻഡ് ചെയ്താൽ പോരെ, ഇപ്പോൾ ഡിസ്മിസ് ചെയ്യണം എന്നുള്ള ആവശ്യത്തിലേക്ക് പിന്നീട് മാറുന്ന അൻവറിന് അറിയാം അത് നടക്കില്ല എന്ന്. അപ്പോൾ എങ്ങനെയും പുറത്തേക്കുള്ള ഒരു വഴി വെട്ടാൻ വേണ്ടി മാറി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അൻവറിന് തെറ്റിയിട്ടുള്ളത്.
ഇവിടെ പാർട്ടി പറയുന്നത് എന്താണ്? അൻവർ കാണിച്ചത് അല്പത്തമാണ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിൽ അല്പത്തം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നോക്കൂ, എത്രത്തോളം അൻവറിന്റെ വില ഇടിയുകയാണ്, അണികൾക്കിടയിൽ വില ഇടിയുന്നതാണ്. പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന എന്ന് പറയുമ്പോൾ അത് അണികൾക്കിടയിൽ ചർച്ചയാകുമെന്നുള്ളത് ഉറപ്പാണ്. അൻവർ കാണിച്ചത് അല്പത്തമാണ്, അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കണമെന്ന നിർദ്ദേശം പാർട്ടി സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ നൽകുന്നു. അതിനുശേഷം പ്രസ്താവനയിലും അത് തന്നെ വരികയാണ്. ഇവിടെ CPIM-ന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയെ വർഗീയവാദി എന്ന് വിളിച്ചുകൊണ്ടുള്ള പ്രതികരണം മുസ്ലിം ആയതിനാൽ തന്നോട് വിരോധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം എന്ന് പറയുന്ന സ്വത്വം അത് തന്നെ വെറുക്കപ്പെട്ടവനാക്കി എന്ന് പറയുമ്പോൾ അൻവർ ആഗ്രഹിക്കുന്നത് ആരുടെ പിന്തുണയാണ്? അതിന് നമ്മൾ പാഴൂർ പടിപ്പുര വരെയൊന്നും പോകണ്ട. താൻ ഒരു മുസ്ലിമാണ്, അതിനാൽ തനിക്ക് ഇതൊക്കെ നേരിടേണ്ടി വരുന്നു. മുസ്ലിമായ സ്വർണ്ണക്കടത്തുകാർക്ക് ഇതൊക്കെ നേരിടേണ്ടി വരുന്നു. അതൊക്കെയല്ലേ അൻവർ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. പിടികൂടുന്ന ആളുകളുടെ പേരോ അല്ലെങ്കിൽ അവരുടെ കാസ്റ്റോ വെച്ചാണ് ഒരു ക്രൈമിൽ ശിക്ഷിക്കുന്നത് എന്നുള്ളത് ഇന്ത്യയിൽ എവിടെയാണ് നടക്കുന്നത്? ആ രീതിയിലാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇവിടെ PV അൻവറിന് യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ്? ഇവിടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി EN മോഹൻദാസിനെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴും അദ്ദേഹം അതിനെയൊക്കെ പ്രതിരോധിക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ഉപദേശത്തിന്റെ രൂപത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട്: അൻവർ ഇത്രയും തരം താഴരുതെന്ന്. കാരണം അൻവറിനെ കൂടെ കൊണ്ട് നടന്ന, അല്ലെങ്കിൽ അൻവറിന് ആ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിനായിട്ടുള്ള എല്ലാ പിന്തുണയും നൽകിയ ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അതെങ്കിലും PV അൻവർ കണക്കാക്കേണ്ടതായിരുന്നു. പാർട്ടിയാണ് എനിക്കെല്ലാം എന്നല്ലേ പറയുന്നത്. പക്ഷേ തനിക്ക് ഇഷ്ടപ്പെടാത്തവരൊക്കെ അത് അതേ പാർട്ടിയുടെ തന്നെ ഭാരവാഹികളാണെങ്കിലും അവരെല്ലാം മോശക്കാരാകുന്നു. P ശശിയെ പറയുന്നു, P ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ എഴുതി നൽകുന്നു. അപ്പോഴൊന്നും ഈ EN മോഹൻദാസ് എന്ന് പറയുന്ന കഥാപാത്രമേ ഉണ്ടായിരുന്നില്ല. നോക്കൂ, എനിക്ക് മനസ്സിലാകാത്തത്, നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ മുന്നിൽ ഒരാൾ മോശമായി കാര്യങ്ങൾ ചെയ്യുന്നു, അത് തനിക്ക് നന്നായി ബോധ്യപ്പെടുന്നു. അതായത് അൻവറിനെ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറയ്ക്കാൻ, തോൽപ്പിക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ RSSുമായി വലിയ ചങ്ങാത്തമാണ് EN മോഹൻദാസിന്, വർഗീയവാദിയാണ്, നിസ്കരിക്കുന്ന തന്നോട് മുസ്ലിം ആയതിനാൽ വെറുപ്പാണ്, താൻ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കടക്കം ഫണ്ട് കൊടുക്കുന്നത് EN മോഹൻദാസിന് എതിർപ്പാണ്. ഇതൊക്കെ ആദ്യമേ തന്നെ പറയണ്ടേ? അതൊക്കെ ഇപ്പോഴാണോ പറയുന്നത്? ഇതൊക്കെ അന്നേ പറയണം. അന്നേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും അടുപ്പമുള്ള അച്ഛനായി കരുതുകയായിരുന്നല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ അടുത്ത കാലം വരെ. അത്രയും അടുപ്പമുള്ള പിണറായി വിജയനോട് ആദ്യം പറയേണ്ടത് ഈ കാര്യങ്ങളൊക്കെ. EN മോഹൻദാസ് എന്ന് പറയുന്ന ഒരു ജില്ലാ സെക്രട്ടറിയൊക്കെ ഇത്രയും ഗുരുതരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആളാണെങ്കിൽ, അതായത് ADGPയുടെ RSS ബന്ധം തന്നെ ക്ഷമിക്കാത്ത ഒരു പാർട്ടിയും പ്രസ്ഥാനവും ഒക്കെയാണ്. ആ പ്രസ്ഥാനത്തിന്റെ ജില്ലാ സെക്രട്ടറി RSSുമായി ചങ്ങാത്തമുള്ള ഒരു വർഗീയവാദിയാണെങ്കിൽ അതല്ലേ ആദ്യം PV അൻവർ പറയേണ്ടത്? അതിപ്പോഴാണോ പറയുന്നത്? അതാണ് എനിക്ക് അവിടെ മനസ്സിലാക്കാത്തത്. ഈ മുസ്ലിം കാർഡ് ഇറക്കിക്കൊണ്ടുള്ള അൻവറിന്റെ നീക്കമൊന്നും CPIM-നെ പിടിച്ചു കുലുക്കാനൊന്നും പോകുന്നില്ല. കാരണം CPIM ലക്ഷ്യമിടുന്നത് എന്താണോ അവരതിലേക്ക് തന്നെ എത്തും. കാരണം മുസ്ലിം പ്രീണനമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ CPIM നേരിട്ട ഒരു വിമർശനം. അത് പുറത്ത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തതാണ്. അതേസമയം തന്നെ ഈഴവ വോട്ടുകളടക്കം അകന്നു പോവുകയും ചെയ്തു. അൻവർ ഇങ്ങനെ പറയുന്നത് കൊണ്ട് CPIM-ന് ഹിന്ദു വോട്ടുകൾ കൂടുതലായി കിട്ടുമെന്ന് CPIM വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം ഹിന്ദുക്കൾക്ക് CPIM-നെ എന്താണെന്ന് മനസ്സിലായി, എവിടെയാണ് താല്പര്യം എന്നുള്ളത് മനസ്സിലായി. ഇനിയിപ്പോൾ PV അൻവർ പറഞ്ഞതുകൊണ്ട് അത് കിട്ടും എന്ന് കരുതി CPIM കാത്തിരിക്കരുത്. കാരണം ഇപ്പുറത്ത് അൻവർ അകറ്റാൻ നോക്കുന്നത് മുസ്ലിം വോട്ടുകളാണ്. അതുകൊണ്ട് കൃത്യമായി ആ പ്രദേശങ്ങളിലൊക്കെ CPIM-ന്റെ ഒരു പ്രചാരണം അവർ നടത്തേണ്ടതാണ്. അവർക്ക് ആ വോട്ടുകൾ പോകാതെ നോക്കണമെന്നുണ്ടെങ്കിൽ, കാരണം കയ്യിൽ ഇപ്പോൾ ആകെയുള്ളത് ന്യൂനപക്ഷ വോട്ടുകളാണ് എന്നുള്ളത് CPIM മനസ്സിലാക്കണം. അകന്നുപോയ ഇഴവ വോട്ടുകളടക്കം ഹിന്ദു വോട്ടുകളൊക്കെ, ഹിന്ദുക്കളൊക്കെ അത് തിരിച്ചറിഞ്ഞ് പോയ ഒരു സാഹചര്യത്തിൽ ഇവിടെ അൻവർ ഇറക്കുന്ന കാർഡ് അത് കണ്ട് നോക്കി നിന്ന് കഴിഞ്ഞാൽ അവിടെ CPIM-ന് തന്നെയായിരിക്കും നഷ്ടം. ഇവിടെ അൻവറിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അൻവർ പറയുന്നുണ്ട് താനൊരു മതേതരവാദിയാണെങ്കിൽ ഒരിക്കലും EN മോഹൻദാസിനെ ഇങ്ങനെ പറയില്ല. EN മോഹൻദാസ് എന്ന് പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറി. CPIM-ന്റെ നയം എന്താണ്? CPIM മതേതരത്വത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടിയുടെ പിന്തുണയോടെ സ്വതന്ത്ര MLA ആയ ഒരാൾ പിന്നീട് ഒരു സുപ്രഭാതത്തിൽ വർഗീയവാദിയായ ഒരു പാർട്ടി ജില്ലാ സെക്രട്ടറിയെ കണ്ടെത്തുന്നതൊക്കെ എത്രത്തോളം പരിഹാസ്യമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഇവിടെ ഈ സ്വർണ്ണത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ PV അൻവർ പലതവണയായി, അതായത് ഈ കാരിയേഴ്സിന്റെ അഭിമുഖമടക്കം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണല്ലോ. ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്താണ്? സ്വർണ്ണ കള്ളക്കടത്താണ് PV അൻവറിന്റെ പ്രശ്നമെങ്കിൽ, സ്വർണ്ണ കള്ളക്കടത്തുകാരുമായിട്ടുള്ള പിന്നണി ബന്ധമാണ് മുഖ്യമന്ത്രി അൻവറിനെതിരെ ആരോപിക്കുന്നതെങ്കിൽ അതിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കട്ടെ എന്നുള്ളതാണ് PV അൻവർ ആവശ്യപ്പെടുന്നത്. അത് പാർട്ടിയും സർക്കാരും ഒക്കെ ഗൗരവമായി തന്നെ എടുക്കണം. ഇവിടെ പോലീസ് ഈ സ്വർണം പൊട്ടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതിലേക്ക് അൻവർ ഫോക്കസ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നു, ഈ സ്വർണം കടത്തുന്നത് ആരാണ് എന്നത് മുതൽ അന്വേഷിക്കണം. സ്വർണം ഇങ്ങോട്ടേക്ക് കടത്തിക്കൊണ്ടുവരുന്നത് ക്രിമിനൽ കുറ്റമാണ്. അത് പുതിയ നിയമം അനുസരിച്ചുകൊണ്ട് ശിക്ഷ കടുപ്പിച്ച കുറ്റമാണ്. പോലീസിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതാണ്. അപ്പോൾ പോലീസ് കൃത്യമായി സ്വർണ്ണക്കടത്തുകാരെ, അതായത് കസ്റ്റംസിന്റെ കണ്ണ് വെട്ടിച്ച് സ്വർണ്ണം കടത്തി പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലീസ് അവരെ പിടിക്കുക തന്നെ വേണം. അതിനാണ് നാട്ടിൽ പോലീസിനെ വെച്ചിരിക്കുന്നത്. അല്ലാതെ പോലീസ് പിടിച്ചിട്ട് പോലീസ് അതിൽ നിന്ന് കടത്തുന്നുണ്ടെങ്കിൽ, അതിൽ നിന്ന് പൊട്ടിക്കൽ നടത്തുന്നുണ്ടെങ്കിൽ അതും പരിശോധിക്കപ്പെടണം. അതും അന്വേഷിച്ച് അങ്ങനെ ചെയ്യുന്ന പോലീസുകാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ സേനയിൽ നിന്നേ പുറത്താക്കണം. മുഖ്യമന്ത്രി പറഞ്ഞ പുഴുക്കുത്തെന്ന് പറയുന്നത് അവരാണ്. അപ്പോൾ സ്വർണം കടത്തുന്നത് മുതലുള്ള അന്വേഷണം ഇങ്ങനെ തുടങ്ങട്ടെ. അത് കേവലം ഒരു വിമാനത്താവളത്തിൽ മാത്രമല്ല, എല്ലാ വിമാനത്താവളങ്ങളിലും നടക്കട്ടെ. വിമാനത്താവളങ്ങളിൽ നിന്ന് കസ്റ്റംസിന്റെ കണ്ണ് വെട്ടിച്ച് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ
എങ്കിൽ അത് കൃത്യമായി അന്വേഷിക്കട്ടെ. അപ്പോൾ മനസ്സിലാകുമല്ലോ ആരാണ് കടത്തുകാരൻ, ആരാണ് പൊട്ടിക്കലുകാരൻ എന്നുള്ളതൊക്കെ. പരസ്പരം പഴിചാരുകയല്ലോ, കൃത്യമായ അന്വേഷണം അതിൽ നടക്കട്ടെ. ഇനി ഇവിടെ CPIയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ CPI ഇവിടെ ADGP ക്രമസമാധാന പാലന ചുമതലയിൽ നിന്നെങ്കിലും ഒന്ന് മാറ്റണം എന്ന നിലപാടിൽ ആവർത്തിച്ച് ഉറച്ചു നിൽക്കുകയാണ്. അത് ബിനോയ് വിശ്വം അടക്കം പറയുന്നു. പ്രകാശ് ബാബു കുറച്ചുകൂടി കടുപ്പിച്ച് പറയുന്നു. ഇവിടെ ADGP MR അജിത് കുമാറിന്റെ മൊഴിയെടുക്കൽ നടക്കുന്നത് നമ്മൾ കണ്ടു. ആ മൊഴിയെടുക്കലിൽ എന്താണ് അജിത് കുമാർ പറഞ്ഞത് എന്നതുകൂടി പുറത്തു വരേണ്ടതുണ്ട്. അതിൽ ഈ സ്വകാര്യ സന്ദർശനം എന്നുള്ള വാദം ആവർത്തിച്ചു. DGPയോടും അക്കാര്യം വിശദീകരിച്ച് തന്നെ നൽകി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ സുഹൃത്തിന്റെ ക്ഷണം സ്വീകരിച്ച് തൃശ്ശൂരിൽ ദത്താത്രേയ ഹൊസബളയെ കണ്ടു, ഞാൻ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചല്ല പോയത് എന്ന വാദമാണ് അജിത് കുമാർ മുന്നോട്ട് വെക്കുന്നത് എങ്കിൽ ഈ അന്വേഷണത്തിന്റെ അവസാനം എന്തായി തീരും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവിടെ PV അൻവർ വീണ്ടും അടുത്ത ആരോപണവുമായി രംഗത്ത് വരാനുള്ള സാധ്യതയാണ്. റാം മാധവനെ കാണാൻ പോയത് കോവളത്ത് ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ കോൺക്ലേവിൽ ക്ഷണമുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ പോയി അതിന്റെ കൂടെ റാം മാധവനെയും കണ്ടു. അങ്ങനെ വിശദീകരിക്കാനായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് MR അജിത് കുമാറിന്. ആ രീതിയിൽ ഒരു വിശദീകരണമാണ് കൊടുത്തതെങ്കിൽ സർക്കാരിന് ഫർദർ അതിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. RSS ബന്ധമുള്ള ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും LDF ഭരിക്കുമ്പോൾ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP ആകാൻ പാടില്ല എന്ന CPIയുടെ നിബന്ധന, അത് ശരിവെക്കാൻ CPIM തയ്യാറാകുമോ, മുഖ്യമന്ത്രി തയ്യാറാകുമോ, അതോ അൻവർ വീണ്ടും പുതിയ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വരുമോ? ഇപ്പോൾ അപ്രൈസർ ഉണ്ണിയുടെ സ്വത്തുക്കൾ കാണിച്ചു തരുന്നതിൽ അപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ ഈ സ്വർണ്ണക്കടത്ത് നടത്തുകയും അതിലൂടെ ഈ പൊട്ടിക്കൽ നടത്തുകയും അതിൻ്റെ പങ്ക് പറ്റുകയും ചെയ്ത ആളുകളെക്കുറിച്ചുള്ള തെളിവുകളാണ്, കാരിയേഴ്സിൽ നിന്നുള്ള വിവരങ്ങളല്ല, അല്ലാത്ത തെളിവുകളാണ് PV അൻവർ പുറത്തുവിടേണ്ടത്. അങ്ങനെയുള്ള തെളിവുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമല്ല P ശശിക്കെതിരെയൊക്കെ ഗുരുതരമായ ആരോപണങ്ങൾ താൻ ഉന്നയിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പരാതി PV അൻവർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലല്ലോ. വിട്ടിട്ടില്ല. അടുത്ത ദിവസം പുറത്തു വിടുമെന്നാണ് പറഞ്ഞത്. ആ പരാതി അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വെക്കുകയാണെങ്കിൽ എന്താണ് അദ്ദേഹം പാർട്ടിയോട് പറഞ്ഞത്, എന്താണ് അദ്ദേഹം മുഖ്യമന്ത്രിയോട് പറഞ്ഞത്, എന്നിട്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അതിൽ കഴമ്പില്ല അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി അതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞത് ഏതു ഭാഗത്തെക്കുറിച്ചാണ്? ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ച കാര്യങ്ങൾക്കപ്പുറം PV അൻവർ ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ ആ കത്ത് പുറത്തു വരണം. അത് ഒന്നുകിൽ സർക്കാരോ മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ അതുമല്ലെങ്കിൽ PV അൻവറോ പുറത്തുവിടാതെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്ന ഒരു സാഹചര്യം തന്നെയാണ്. അത് നിയമസഭയ്ക്കുള്ളിലാണ് ഞാൻ ആ സംഘർഷം പ്രതീക്ഷിക്കുന്നത്. നിയമസഭയ്ക്ക് പുറത്ത് നാളെ ഒരു പബ്ലിക് ഡിസ്പ്ലേ വരും. ഏത് രീതിയിലാണ് നാളെ ഇപ്പോൾ അൻവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയണം. ഒന്നുകിൽ ഈ മൈക്ക് വെച്ച് പ്രസംഗമായിരിക്കും. എന്തായാലും അതിനായി നമുക്ക് കാത്തിരിക്കാം. നമുക്ക് ഇപ്പോഴേ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. നമുക്ക് എന്തായാലും നാളെ കാത്തിരുന്ന് കാണാം. ഞായറാഴ്ചയിലെ എല്ലാവർക്കും ധാരാളം സമയമൊക്കെ ഉണ്ട്. അതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും PV അൻവർ പറയുന്നത് എല്ലാവർക്കും കേൾക്കാനും അതിന്മേൽ പ്രതികരിക്കാനും ഒക്കെയുള്ള സമയവും കിട്ടും. അപ്പോൾ PV അൻവർ ആദ്യം ആ വെടി പൊട്ടിക്കട്ടെ, അതുവരെ നമുക്ക് കാത്തിരിക്കാം. ഈ PV അൻവർ ഇപ്പോൾ പറഞ്ഞ ഈ നിസ്കാരത്തിൻ്റെ കഥ കുറച്ച് നാൾ മുമ്പ് നമ്മൾ കേട്ടതാണ്. അന്ന് പറഞ്ഞത് അബ്ദുള്ളക്കുട്ടിയായിരുന്നു. എന്നെ പാർട്ടിയിൽ നിന്ന് ഞാൻ പുറത്തു പോകാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ CPM പാർട്ടിയിൽ നിൽക്കുമ്പോൾ എനിക്ക് നിസ്കരിക്കാനും പള്ളിയിൽ പോകാനും കഴിയാത്ത സാഹചര്യം, എൻ്റെ വിശ്വാസത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താവുകയോ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പിണങ്ങി നിൽക്കേണ്ടി വരികയോ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം എന്ന നിലയിൽ കൂടി ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കമൻറ്റുകൾ വായിക്കുമായിരുന്നു. ആ കമൻറ്റിൻ്റെ അടിയിൽ ഒരുപാട് പ്രൊഫൈലുകൾ വന്ന ആളുകൾ വിമർശിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ പാർട്ടിയുടെ സൈബർ പോരാളികളായിരിക്കാം. പക്ഷേ നമ്മൾ സാധാരണ കാണാത്ത വിധം PV അൻവറിൻ്റെ സാമൂഹിക മാധ്യമത്തിലെ പിന്തുണയും കുറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അല്ല, ഇതിനകത്ത് ഈ അബ്ദുള്ളക്കുട്ടിയുടെ കാര്യത്തിൽ മാത്രമല്ല, PV അൻവറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ആരിഫ് പറഞ്ഞിട്ടുണ്ട്. ആരിഫ് പറയുകയും ആരിഫ് പക്ഷേ ആ പാർട്ടിയിൽ തുടരുകയും. അപ്പോൾ ആരിഫ് ഞാൻ 5 നേരം പള്ളിയിൽ പോകുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആരിഫ് CPM-നകത്ത് തുടരുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ കാണുന്നൊരു പ്രശ്നം, ഇതൊരു ക്രമസമാധാന പ്രശ്നമാകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക CPM തന്നെയായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വെച്ചാൽ എന്തെങ്കിലും ഒരു കല്ലോ ഒന്ന് വന്ന് വീണാൽ പോലും അതുണ്ടാക്കാൻ പോകുന്ന സെന്റിമെന്റ്സ് ചെറുതല്ല. അതുകൊണ്ട് നിശ്ചയമായും ഉണ്ട്. അതുകൊണ്ട് ഇതൊരു ക്രമസമാധാന പ്രശ്നമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം സ്മൃതി, നമുക്കറിയാലോ CPM-ൽ നിന്ന് പുറത്തേക്ക് പോയ ആളുകൾക്ക് CPM-ന്റെ അണികളെ കൂട്ടത്തിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടേയില്ല. ഇപ്പോൾ 1986 MV രാഘവൻ CPM-നെ സ്പ്ലിറ്റ് ചെയ്ത് പുറത്തുപോയി. CPM-ൽ MV രാഘവൻ ആരായിരുന്നു? നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. CI2-ന്റെ ചുമതല, SFI-യുടെ ചുമതല, DYFI-യുടെ ചുമതല. CPM എന്ന് പറയുന്ന പാർട്ടി മെഷീനറിയെ ഉള്ളം കയ്യിൽ വെച്ചിരുന്ന നേതാവാണ് MV രാഘവൻ. 1986 MV രാഘവൻ പോയിട്ട് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടായത്? പാർട്ടി അണികൾ കൂടെ പോയില്ല. ശരിയാണ്, JSS രൂപപ്പെട്ടപ്പോൾ JSS ഒരു വലിയ വിജയമുണ്ടായി. 4 സീറ്റുകൾ 1994 JSS രൂപപ്പെടുന്നത്. 2001 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകൾ വിജയിച്ചു വന്നു. അത് മാത്രമാണ്. പക്ഷേ അതൊരു ഷോർട്ട് പീരീഡ് മാത്രമാണ്. അതിനുശേഷം പിന്നെ JSS എവിടെ? അപ്പോൾ CPM-ൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആളുകൾക്ക് CPM-ന്റെ അണികളെ അടർത്തി കൊണ്ടുപോകാമെന്നൊരു വ്യാമോഹം വേണ്ട. ഒറിജിനൽ CPM നേതാക്കളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പിന്നെ PV അൻവർ അങ്ങനെ
ആലോചിക്കുന്നേ ഉണ്ടാവുമെന്ന് ഞാനും വിചാരിക്കുന്നത്. കാരണം കുറച്ച് പേരെയൊക്കെ കിട്ടിയാൽ അതൊരു ഭാഗ്യമായിട്ട് പി വി അൻവർ കണക്കൂട്ടാൻ സാധ്യതയുള്ളൂ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ CPM ഒരു നിലപാടെടുത്ത് അത് താഴത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ അവിടുന്ന് ചലിക്കും. പക്ഷേ ഇതെന്താ പ്രവർത്തകരെയും സഖാക്കളെ മാറ്റി നിർത്തൂ. പക്ഷേ ഇതുവരെ CPM-നെ പിന്തുണച്ച ന്യൂനപക്ഷത്തിന്റെ അത് ഞാൻ പറയട്ടെ. അപ്പൊ അതെന്താ വെച്ചാൽ ഇതിപ്പോൾ PV Anwar അല്ല, ഇതിനു മുമ്പ് ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും ഉന്നയിച്ചിട്ടുണ്ട്. മലപ്പുറത്തെ വേറെ രൂപത്തിലാക്കാൻ ശ്രമിക്കുന്നു, അവിടെ കേസുകളുടെ എടുക്കുന്ന സ്വഭാവം, ഇതൊക്കെ നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ PV Anwar അത് ആവർത്തിച്ച് പറയുമ്പോൾ ഇത് മലബാറിലെ പ്രശ്നമായി അല്ലെങ്കിൽ മലപ്പുറത്തെ ഒരു വലിയ പ്രശ്നമാക്കി ഇത് അവതരിപ്പിക്കുമെന്നുള്ളതാണ്. അത് ഇനി വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാക്കും. അത് അൻവറിന്റെ വാദമായിട്ട് മാത്രം എടുക്കണ്ട, അത് അങ്ങനെ എടുക്കുന്നത് CPM-നെ ഭയങ്കരമായിട്ട് അപകടം തന്നെയാണ്. ഉപതെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണെന്നുള്ളത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ KPCC പ്രസിഡന്റ് K. സുധാകരൻ കഴിഞ്ഞ പറഞ്ഞ വാചകം എന്താണ്? അൻവർ പറഞ്ഞത് രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്, അറിഞ്ഞുകൊണ്ട് വേട്ടയാടാൻ വിട്ടുകൊടുക്കില്ല. ലീഗിന്റെ പ്രാദേശിക നേതാവ് ക്ഷണിച്ചു, പിന്നീട് അത് പിൻവലിച്ചു. അപ്പോൾ UDF അതൊക്കെ ആദ്യ ദിവസം അത് മാറി നിലപാടക്കം. അല്ല, പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ PV Anwar ഉയർത്തിയിരിക്കുന്ന ഈ ആരോപണങ്ങളുടെ രാഷ്ട്രീയ ഗുണം നേടാൻ പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ലീഗാണ് എന്നാണ്. കാര്യം ലീഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ പലതും PV Anwar പറയുന്നുണ്ട്. പക്ഷേ ലീഗ് അത് വളരെ മോഡറേറ്റായും രാഷ്ട്രീയ പക്വതയോടും കൂടിയാണ് അവതരിപ്പിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന നിസ്കാരത്തിൻ്റെ പ്രയോഗമോ ഏതെങ്കിലും തരത്തിൽ മതവിശ്വാസത്തിൻ്റെ പ്രയോഗമോ അതിൽ വരാതെ മലബാർ എന്ന പ്രദേശത്തെ ഒരു ക്രിമിനൽ സംഘത്തിൻ്റെ മാഫിയാക്കി മാറ്റാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു വിശാലമായ ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് യൂത്ത് ലീഗ് ചോദിക്കുന്നുണ്ട്, മുസ്ലിം ലീഗ് ചോദിക്കുന്നുണ്ട്. ഉയർത്തുന്നുണ്ട്. പക്ഷെ അവിടെ ആരുടെയും വിശ്വാസത്തെ തടസ്സപ്പെടുത്തിയെന്നൊരു വാദം ഇന്നേ വരെ മുസ്ലിം ലീഗ് ഉന്നയിച്ചിട്ടില്ല കേട്ടോ. കാര്യം അത് ഉന്നയിച്ചാൽ സംഭവിക്കാൻ പോകുന്ന അപകടകരമായ ഒരു സാഹചര്യം നന്നായിട്ട് ബോധ്യമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അവിടെയാണ് ലീഗിന്റെ പ്രാദേശിക നേതാക്കളുള്ള രാഷ്ട്രീയ പക്വത പോലും PV Anwar ഈ പറഞ്ഞ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കാതെ പോയി, ജാഗ്രത കാണിക്കാതെ. ലീഗിന് അക്കാര്യത്തിൽ ജാഗ്രത കാണിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ലീഗിനെ വേറെ കളത്തിലേക്ക് ആക്കുന്നേ. ലീഗ് എല്ലാ കാലത്തും ഇപ്പൊ ഇറങ്ങി നിൽക്കുന്ന PV Anwar-നെ സംബന്ധിച്ചിടത്തോളം CPM ആണ് ശത്രു, പ്രധാന ശത്രു CPM ആണ്. അപ്പോൾ CPM-നെ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു വാദമുഖം എന്ന് പറയുന്നത് CPM-ന് ന്യൂനപക്ഷങ്ങളെയോ അല്ലെങ്കിൽ മതേതരത്തിനോ അപ്പുറത്ത് CPM-ന് ഈ പറയുന്ന ചില സന്ധി ചെയ്യലുകൾ ഉണ്ടാക്കുന്നു RSS-മായി എന്ന് പറഞ്ഞാൽ എത്ര മൂർച്ചയുള്ള ആക്രമണമാണത്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ശരി തെറ്റുകളല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്, ആരും അത് ചർച്ച ചെയ്യാനും പോകുന്നില്ല. ഇതുണ്ടാക്കുന്ന ആശയക്കുഴപ്പമുണ്ട്, ആ ആശയക്കുഴപ്പമാണ് ഡാമേജ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതിൻ്റെ ആനുകൂല്യം ഞാൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയമായി ലീഗിനായിരിക്കും ഗുണം ചെയ്യുക എന്നുള്ളതാണ്. കാര്യം ആ നേതാക്കൾ വളരെ കൃത്യമായത് വിശദീകരിക്കുകയും ഈ പറയുന്ന തീവ്രത കൂട്ടാതെ തന്നെ ഇത് പരിഹരിക്കുകയും ചെയ്യുന്നതാണ്. ഒരു കാര്യം കൂടിയുണ്ട്, CPM എന്ന് പറയുന്ന പാർട്ടിയിലെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് ഇപ്പോൾ ആരിഫിൻ്റെ കാര്യം വളരെ വ്യക്തമായി അങ്ങ് സൂചിപ്പിച്ചു. നമ്മൾ പലരും പലതവണ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമല്ലേ, പള്ളിക്ക് കാവൽ നിന്നതിൻ്റെ പേരിൽ രക്തസാക്ഷിയെ സൃഷ്ടിച്ചിരിക്കുന്ന മുസ്ലിം സമുദായത്തിൽ നിന്നല്ലാത്ത മറ്റൊരു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കഥയല്ലേ. ഏതെങ്കിലും ഒരു നിമിഷം ഏതെങ്കിലും ഒരു പാർട്ടി അംഗമായിരിക്കുന്ന വിശ്വാസി തന്നെ നിസ്കരിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് മലപ്പുറം ജില്ലയിൽ എവിടെയെങ്കിലും പറഞ്ഞതായി നമ്മൾ കേട്ടിട്ടില്ല, ഒരിടത്തും പറഞ്ഞതായി കേട്ടിട്ടില്ല, പാർട്ടി അനുഭാവി പറഞ്ഞതായിട്ട് പോലും നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ആരോപണം ഉയർത്തുക വഴി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രോധത്തിനടിമപ്പെടുന്ന PV Anwar-ന് താൻ പറയുന്നതിൻ്റെ രാഷ്ട്രീയ യുക്തി അതിൻ്റെ രാഷ്ട്രീയ പരിണിതിയും എന്താണെന്ന് ബോധ്യമാവാതെ വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നു. നാളെ മഗ്രിബിൻ്റെ സമയമാണ്, 6:30 ചില ആളുകൾ എഴുതി കണ്ടു. മഗ്രിബ് നിസ്കാരത്തിൻ്റെ സമയമാണ്. 5 നേരം നിസ്കരിക്കുന്ന PV Anwar ആ സമയത്ത് തന്നെ എന്തിനാണ് ഈ സമ്മേളനം വെച്ചത് എന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. പക്ഷേ PV Anwar ആ അർത്ഥത്തിൽ കുറച്ചുകൂടി മെച്യൂറായി ഈ കാര്യങ്ങളെ സമീപിച്ചിരുന്നുവെങ്കിൽ CPI-യുടെയും ഒരു പക്ഷേ CPM-ൽ തന്നെയുള്ള ഭൂരിപക്ഷം വരുന്ന അണികളുടെയും മലപ്പുറത്തെ ജില്ലാ പ്രവർത്തകരുടെയും ഒക്കെ പിന്തുണ PV Anwar-ന് കിട്ടുമായിരുന്നു. PV Anwar തന്നെയാണ് ആരോപണത്തിൻ്റെ മൂർച്ച കുറച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ പക്ഷം. അപ്പോൾ നമ്മൾക്ക് കൺക്ലൂഷനിലേക്ക് എത്താമെന്ന് തോന്നുന്നു. സംഘർഷത്തിലേക്കോ എന്ന ചോദ്യത്തിന് 3 പേരുടെയും അഭിപ്രായം തീർച്ചയായും സംഘർഷത്തിലേക്ക് എന്നു തന്നെയാണ്. 4 പേരുടെ Meet the editors.